ഓക്കെ. സോ നമ്മള് ക്യാപിറ്റൽ സ്ട്രക്ചറിലെ ലീവറേജ് റേഷ്യോസ് മാത്രമാണ് നമുക്ക് ബാക്കി ഉണ്ടായിരുന്നത്. ക്യാപിറ്റൽ സ്ട്രക്ചറിലെ സോൾവൻസി റേഷ്യോസ്, കവറേജ് റേഷ്യോസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് അവസാനത്തേതായിരുന്നു ലീവറേജ് റേഷ്യോസിൽ. ലീവറേജ് റേഷ്യോസിൽ ഫിനാൻഷ്യൽ ലീവറേജ് റേഷ്യോ അഥവാ ഇക്വിറ്റി മൾട്ടിപ്ലയർ നമ്മൾ ചെക്ക് ചെയ്തു. അതിനുശേഷം ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജ്, ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലീവറേജ്, ഡിഗ്രി ഓഫ് ടോട്ടൽ ലീവറേജ്, ഇത് ഒരുമിച്ചാണ് നമ്മൾ മൂന്ന് ഇന്നലെ പഠിച്ചത്. ഇവിടെയാണ് 2022 ലീവറേജ് റേഷ്യോസ് എന്ന് പറഞ്ഞ എഴുതിയിട്ടുള്ളത്. ഇതാ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലീവറേജ് കോൺട്രിബ്യൂഷൻ മാർജിൻ ഡിവൈഡ് ബൈ EBIT ചെയ്തപ്പോഴും എനിക്ക് 1.5 ആണ് കിട്ടിയത്. ഇനി പെർസെന്റേജ് ചേഞ്ച് ഇൻ EBIT ഡിവൈഡ് ബൈ പെർസെന്റേജ് ചേഞ്ച് ഇൻ സെയിൽസ്. ഇതാ ആദ്യം ഞാൻ കോൺട്രിബ്യൂഷൻ മാർജിൻ ഡിവൈഡ് ബൈ EBIT ചെയ്തപ്പോൾ 1.5 ആണ് കിട്ടിയത്. പിന്നെ പെർസെന്റേജ് ചേഞ്ച് ഇൻ EBIT ഡിവൈഡ് ബൈ പെർസെന്റേജ് ചേഞ്ച് ഇൻ സെയിൽസ് ചെയ്തപ്പോൾ എനിക്ക് 1.5 ആണ് കിട്ടിയത്. എന്താണ് ഈ 1.5ന്റെ അർത്ഥം എന്ന് വെച്ചാൽ നമ്മുടെ ഫിക്സഡ് കോസ്റ്റ് ലെസ് ചെയ്യുന്നതിന് മുന്നേ എത്ര ചേഞ്ച് ആണോ നമ്മുടെ കോൺട്രിബ്യൂഷൻ മാർജിനിലും സെയിൽസിലും വന്നത്, അതിന്റെ 1.5 ടൈംസ് ചേഞ്ച് ആയിരിക്കും ഫിക്സഡ് കോസ്റ്റ് കഴിഞ്ഞിട്ടുള്ള EBITയിലേക്ക് വരാം, EBITയിലേക്ക് വരാം. സോ നമ്മൾ സെയിൽസ് ഒരു 10% കൂട്ടി കൊടുത്താൽ മതി. ഫിക്സഡ് കോസ്റ്റിന്റെ ഇൻഫ്ലുവൻസ് അവിടെ ഉള്ളത് കൊണ്ട് നമുക്ക് സെയിൽസിൽ വന്ന ചേഞ്ചിനേക്കാൾ കൂടുതൽ ചേഞ്ച് EBITയിലേക്ക് വന്നു. ഓക്കെ, അത് ഫിക്സഡ് കോസ്റ്റ് മാറാതെ നിന്നത് കൊണ്ട് കിട്ടിയ ഒരു അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ. ഇനി ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജ് EBIT ഡിവൈഡ് ബൈ EBT, ഇതാ 2000 EBIT ഡിവൈഡഡ് ബൈ EBT 1500 ആണ്. അങ്ങനെയാണെങ്കിൽ 1.33 ആണ് കിട്ടുക. ഇനി ഡിഗ്രി ഓഫ് പെർസെന്റേജ് ചേഞ്ച് ഇൻ നെറ്റ് ഇൻകം, പെർസെന്റേജ് ചേഞ്ച് ഇൻ നെറ്റ് ഇൻകം 20% ആണ്, ഡിവൈഡ് ബൈ പെർസെന്റേജ് ചേഞ്ച് ഇൻ EBIT 15% ചെയ്താൽ നമുക്ക് 1.33 ആണ് കിട്ടുക. ഓക്കെ, എന്താണ് ഈ 1.33 എന്ന് വെച്ചാൽ നമ്മളെ EBITയിൽ വരുന്ന ചേഞ്ച് എത്രയാണോ ആ ചേഞ്ചിന്റെ 1.33 ടൈംസ് ആയിരിക്കും നമ്മൾ ഇൻട്രസ്റ്റ് ലെസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള EBITയിലും ടാക്സിലും നെറ്റ് ഇൻകത്തിലൊക്കെ വരാൻ പോകുന്ന ചേഞ്ച്. സോ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ ഫിക്സഡ് ഫിനാൻസിങ് കോസ്റ്റിന്റെ ഒരു ഇൻഫ്ലുവൻസ് അവിടെ വന്നതുകൊണ്ട് ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജ് 1.33 ഉള്ളത് കൊണ്ട് ഇതാ ആ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജിന് മുന്നേ ഉള്ള ചേഞ്ച് എത്രയാണോ അതിന്റെ 1.33 ടൈംസ് ആക്കിയിട്ട് അതിന്റെ അടിയിലേക്ക് പോകുള്ളൂ. ഓക്കെ, 15 ഇൻറ്റു 1.333 ടൈംസ് ചെയ്താൽ നമുക്ക് 20% ചേഞ്ച് ആയിരിക്കും നെറ്റ് ഇൻകത്തിലും EBITയിലൊക്കെ വരും. ഇനി ഡിഗ്രി ഓഫ് ടോട്ടൽ ലീവറേജിൽ നമ്മൾ ഓപ്പറേറ്റിംഗ് ഫിക്സഡ് കോസ്റ്റിന്റെ ഇൻഫ്ലുവൻസും ഫിക്സഡ് ഫിനാൻസിംഗ് കോസ്റ്റിന്റെ ഇൻഫ്ലുവൻസും രണ്ടും കമ്പൈൻഡ് ആയിട്ടാണ് നോക്കിയത്. ഓപ്പറേറ്റിംഗ് ഫിക്സഡ് കോസ്റ്റും ഫിനാൻസിംഗ് ഫിക്സഡ് കോസ്റ്റും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ ഇൻകം സ്റ്റേറ്റ്മെന്റിലെ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിന് നമ്മുടെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നതിൽ എത്രത്തോളം ഇൻഫ്ലുവൻസ് ഉണ്ട് അതാണ് നമ്മൾ നോക്കിയത്. അതിന് ഞാൻ യൂസ് ചെയ്ത ഇക്വേഷൻ കോൺട്രിബ്യൂഷൻ മാർജിൻ ഡിവൈഡഡ് ബൈ EBT ആണ്. ഇതിന്റെ കോൺട്രിബ്യൂഷൻ മാർജിന്റെയും EBTന്റെയും ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ് നമ്മുടെ എല്ലാ ഫിക്സഡ് കോസ്റ്റും വരുന്നത്. ഓക്കെ, സോ കോൺട്രിബ്യൂഷൻ മാർജിൻ ഞാൻ ഓപ്പറേറ്റിംഗ് ഫിക്സഡ് കോസ്റ്റും ഫിനാൻസിങ് ഫിക്സഡും ഒക്കെ ലെസ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ എത്ര ചേഞ്ച് ആണോ വരുത്തിയത്, ഇതാ സെയിൽസിലും വേരിയബിൾ കോസ്റ്റിലും കോൺട്രിബ്യൂഷൻ മാർജിനിലൊക്കെ ഞാൻ 10%ന്റെ ചേഞ്ചേ വരുത്തിയിട്ടുള്ളൂ. 10%, അതിന്റെ 2 ടൈംസ്, കാരണം ഇവിടെ ഡിഗ്രി ഓഫ് ടോട്ടൽ ലിവറേജ് 2 ആണ്. ഓക്കെ, അതിന്റെ 2 ടൈംസ് ആയിരിക്കും നമ്മൾ നെറ്റിംഗത്തിൽ വരാൻ പോകുന്ന ചേഞ്ച്. 20% നെറ്റിംഗ് ഇൻക്രീസ് ആയിട്ടുണ്ട്, 900-ൽ നിന്നും 1080-ലേക്ക് പോയിട്ടുണ്ട്. അതിന്റെ പ്രൂഫാണ് നമ്മൾ ഡിഗ്രി ഓഫ് ടോട്ടൽ ലിവറേജ് 2 ആണെങ്കിൽ നെറ്റ് ഇൻകം സെയിൽസ് 10% കൂട്ടിയാൽ നെറ്റ് ഇൻകം 20% കൂടും നമ്മൾ പറഞ്ഞു. അതിന് പ്രൂഫാണ് നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. 2023 20% കൂടും നമ്മൾ പറഞ്ഞു, 20% കൂടി 900-ൽ നിന്നും 1500-ലേക്ക് പോയി. സോ ഇതാണ് അതിന്റെ കോൺസെപ്റ്റ്. പിന്നെ നമ്മൾ എന്താ അതിന്റെ ഇന്റർപ്രിട്ടേഷൻ എന്ന് എഴുതി. ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലീവറേജ് എന്ന് പറഞ്ഞാൽ ഇതാ ചേഞ്ച് ഇൻ EBIT, നമ്മുടെ EBITയിൽ വരാൻ പോകുന്ന ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോൺട്രിബ്യൂഷൻ മാർജിനിലും സെയിൽസിലും വന്ന ചേഞ്ചിന്റെ 1.5 ടൈംസ് ആയിരിക്കും. ഓക്കെ, വേണ്ടി ഞാൻ ഇൻകം സ്റ്റേറ്റിലേക്ക് വരാം. ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലീവറേജ് എന്ന് പറഞ്ഞാൽ 1.5 ആണ്. ഓക്കെ, നമ്മുടെ കോൺട്രിബ്യൂഷൻ മാർജിനിലും സെയിൽസിലും ഒക്കെ വന്ന ചേഞ്ച് അവിടെ 10 ആണ്. അതിന്റെ 1.5 ടൈംസ് ആയിരിക്കും EBITയിൽ വന്ന ചേഞ്ച് അഥവാ 15%. ഇനി ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജിൽ നമ്മൾ നോക്കിയത് ദ ചേഞ്ച് ഇൻ EBT വിൽ ബി ദ ചേഞ്ച് ഇൻ EBT ആൻഡ് നെറ്റ് ഇൻകം വിൽ ബി. EBTയിലും നെറ്റ് ഇൻകത്തിലും ഒക്കെ സെയിം പെർസെന്റേജ് ഓഫ് ചേഞ്ച് ആണ്, കാരണം ടാക്സ് ഫിക്സഡ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് ടാക്സ് പെർസെന്റേജ് ഫിക്സഡ് ആയിട്ട് EBTയിലും നെറ്റ് ഇൻകത്തിലും വന്ന ചേഞ്ച് ഒക്കെ അവിടെ 20% ആണ്. ഈ 20% ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ നമ്മുടെ EBITയിൽ വന്ന ചേഞ്ചിന്റെ 1.33 ടൈംസ് ആണ്. അതാണ് അതിന്റെ ഇന്റർപ്രിട്ടേഷൻ. ഇനി ഡിഗ്രി ഓഫ് ടോട്ടൽ ലീവറേജ് എന്ന് പറഞ്ഞാൽ ദ ചേഞ്ച് ഇൻ ദ പെർസെന്റേജ് ചേഞ്ച് ഇൻ EBT ആൻഡ് നെറ്റ് ഇൻകം. അതായത് നമ്മുടെ ഫിക്സഡ് കോസ്റ്റ് ഒക്കെ ലെസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ചേഞ്ച് എന്ന് പറഞ്ഞാൽ നെറ്റ് ഇൻകത്തിലും EBTയിലുള്ള ഇത് നമ്മളെ എക്സാക്ട് ലാസ്റ്റിലുള്ള പ്രോഫിറ്റിലുള്ള ചേഞ്ച്. ഈ പ്രോഫിറ്റ് ഉള്ള ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ സെയിൽസിലും കോൺട്രിബ്യൂഷൻ മാർജിനും വന്ന ചേഞ്ചിന്റെ 2 ടൈംസ് ആയിരിക്കും. ഓക്കെ, നമ്മൾ ആക്ച്വലി നമ്മൾ ഇക്വേഷനിൽ യൂസ് ചെയ്യുന്നത് പെർസെന്റേജ് ചേഞ്ച് ഇൻ നെറ്റ് ഇൻകം ഡിവൈഡഡ് ബൈ പെർസെന്റേജ് ചേഞ്ച് ഇൻ സെയിൽസ് ആണ്. ഓക്കെ, ഇവിടെ ഞാൻ ചേഞ്ച് ഇൻ പെർസെന്റേജ് ചേഞ്ച് ഇൻ EBT ആൻഡ് നെറ്റ് ഇൻകം എന്ന് എഴുതാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ EBTയിലും നെറ്റ് ഇൻകത്തിലും സെയിം പെർസെന്റേജ് ചേഞ്ച് തന്നെ അവിടെ വന്നത്. നിങ്ങൾക്ക് ഇവിടെ ഇൻകം സ്റ്റേറ്റ്മെന്റിൽ നോക്കിയാൽ മനസ്സിലാവും. ഇതാ
നെറ്റ് ഇൻകത്തിൽ വന്ന പെർസെന്റേജ് 20% ചേഞ്ച് ആണ്. അതിന് മുന്നുള്ള ടാക്സിലും അതിന് മുന്നുള്ള EBT സെയിം ചേഞ്ച് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, അതിന്റെ ഇടയിൽ വേറെ ഫിക്സഡ് കോസ്റ്റ് ഒന്നും ഇല്ല. സോ ഒക്കെ വാരിയബിൾ ആണ്, സെയിം തന്നെ വരാം. നമ്മുടെ സെയിൽസിൽ കൂടിയ പെർസെന്റേജിന്റെ സെയിം പെർസെന്റേജ് തന്നെ വാരിയബിൾ കോസ്റ്റിലും കോൺട്രിബ്യൂഷൻ മാർജിനിലേക്ക് കൂടാൻ കാരണം അത് വാരിയബിൾ ആയി കൂടുന്നുണ്ട്. സെയിൽസ് എത്രയാണോ കൂടുന്നത് അതിനനുസരിച്ച് വാരിയബിൾ കോസ്റ്റ് കൂടും, അതിനനുസരിച്ച് കോൺട്രിബ്യൂഷൻ മാർജിൻ കൂടും. പക്ഷെ ഫിക്സഡ് കോസ്റ്റ് മാറുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ലീവറേജ് കിട്ടുന്നത്. മനസ്സിലായിട്ടില്ലേ? മനസ്സിലായിട്ടുണ്ട്. സോ ദ പെർസെന്റേജ് ചേഞ്ച് ഇൻ EBT ആൻഡ് നെറ്റ് ഇൻകം വിൽ ബി 2 times ഓഫ് പെർസെന്റേജ് ചേഞ്ച് ഇൻ കോൺട്രിബ്യൂഷൻ മാർജിൻ ആൻഡ് സെയിൽസ്. ഇതാണ് നമ്മുടെ ഇന്റർപ്രിട്ടേഷൻ. ക്ലിയർ ആയിട്ടില്ലേ? ക്ലിയർ ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇക്വേഷൻ എപ്പോഴും മാറിക്കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സാധനം ചെയ്തു തരാം. ഞാൻ ഇൻകം സ്റ്റേറ്റ്മെന്റ് ഐറ്റംസ് ഇവിടെ ചെയ്താം. സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് കോൺട്രിബ്യൂഷൻ മാർജിൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റ് ലെസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് EBIT കിട്ടും. ഓക്കെ, അതിൽ നിന്ന് ഞാൻ ഇൻട്രസ്റ്റ് ലെസ് ചെയ്യുന്നു, എനിക്ക് EBT കിട്ടുന്നു. ഞാൻ ടാക്സ് ലെസ് ചെയ്യുന്നു, ടാക്സ് ലെസ് ചെയ്യുന്നു, എനിക്ക് നെറ്റ് ഇൻകം കിട്ടുന്നു. ഓക്കെ, നമ്മളെ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലീവറേജ് നമ്മൾ എന്തിന്റെ ഇൻഫ്ലുവൻസ് ചെക്ക് ചെയ്യാനാണ് പഠിച്ചു? ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലീവറേജ് ഏത് കോസ്റ്റിന്റെ ഇൻഫ്ലുവൻസ് ആണ് നമ്മൾ ചെക്ക് ചെയ്തത്? Interest. ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലീവറേജ്, Fixed ഡിഗ്രി ഓഫ് fixed operating cost. ഫിക്സഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് Fixed അല്ലെ, അഥവാ operating expense. നമ്മുടെ ഫിക്സഡ് കോസ്റ്റ്, നമ്മുടെ ഫിക്സഡ് കോസ്റ്റിന്റെ ഇൻഫ്ലുവൻസ് ആണ് നമ്മൾ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലീവറേജിൽ നോക്കി. ഇതാ, സോ ആ ഫിക്സഡ് കോസ്റ്റിന്റെ മുകളിലുള്ള കോൺട്രിബ്യൂഷൻ മാർജിൻ ഡിവൈഡ് ബൈ EBIT ചെയ്താൽ നമുക്ക് ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലീവറേജ് എത്രയാണെന്ന് കിട്ടും ഈ വർഷത്തെ ഇൻകം സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ. ഇനി നമ്മൾ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജ് എന്തിന്റെ ഇൻഫ്ലുവൻസ് നോക്കാനാണ് ചെയ്തത്? ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജ്, Fixed financial cost. അതെ, ഫിക്സഡ് ഫിനാൻസിങ് കോസ്റ്റ് അല്ലെ. നമ്മൾ ഫിനാൻസിങ്ങിന് വേണ്ടി നമുക്ക് ചെലവാകുന്ന ഫിക്സഡ് ആയിട്ടുള്ള കോസ്റ്റ് അഥവാ ഇൻട്രസ്റ്റിന്റെ ഇൻഫ്ലുവൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജ് ചെക്ക് ചെയ്തത്. സോ ആ ഇൻട്രസ്റ്റിന് മുകളിലുള്ള EBIT ഡിവൈഡ് ബൈ EBT ചെയ്താൽ എത്രയാണോ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജ് അത് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി ഡിഗ്രി ഓഫ് ടോട്ടൽ ലീവറേജിൽ എന്തൊക്കെ കോസ്റ്റ് നമ്മൾ നോക്കണം? എന്തൊക്കെ കോസ്റ്റിന്റെ ഇൻഫ്ലുവൻസ് നമ്മൾ നോക്കണം? എന്തൊക്കെ നോക്കണം? Combined. കമ്പൈൻഡ് ആയിട്ട് അല്ലെ. നമ്മുടെ ഫിക്സഡ് ഫിനാൻസ് കോസ്റ്റും അല്ല, ഫിക്സഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റും ഫിക്സഡ് ഫിനാൻസിങ് കോസ്റ്റും, ഈ രണ്ട് ഫിക്സഡ് കോസ്റ്റിന്റെ കമ്പൈൻഡ് വേർഷൻ ആണ്, കമ്പൈൻഡ് ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ കമ്പൈൻഡ് ലീവറേജ് ആണ് നമ്മൾ ഡിഗ്രി ഓഫ് ടോട്ടൽ ലീവറേജ് നോക്കുന്നത്. എന്തായിരുന്നു നമ്മൾ ഡിഗ്രി ഓഫ് ടോട്ടൽ ലീവറേജിന്റെ ഇക്വേഷൻ? നിങ്ങൾക്ക് ഈ ബുക്കിൽ നോക്കാണ്ട് ഇൻകം സ്റ്റേറ്റ്മെന്റ് നോക്കിയാൽ തന്നെ കിട്ടും. ഇൻകം സ്റ്റേറ്റ്മെന്റ് നോക്കിയാൽ തന്നെ Contribution margin കോൺട്രിബ്യൂഷൻ divided by മാർജിൻ net income divided by divided net by income. EBT, കോൺട്രിബ്യൂഷൻ മാർജിൻ ഡിവൈഡഡ് ബൈ EBT, EBT അല്ലെ. EBT. അതായത് നമ്മളെ ഫിക്സഡ് കോസ്റ്റുകളൊക്കെ ലെസ് ചെയ്യുന്നതിന് മുന്നേ എന്തായിരുന്നു, അത് ചെയ്ത് കഴിഞ്ഞിട്ട് എന്തായിരുന്നു. ഓക്കെ, അതാണ് അതിന്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ കോൺട്രിബ്യൂഷൻ മാർജിന്റെയും EBTന്റെയും നടുക്കുള്ള രണ്ട് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റുകൾ ഉണ്ട്. ഒന്ന് ഫിക്സഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റും ഫിക്സഡ് ഫിനാൻസിങ് കോസ്റ്റും. ഇതിനെ രണ്ടിന്റെയും കമ്പൈൻഡ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിഗ്രി ഓഫ് ടോട്ടൽ ലീവറേജ് നോക്കുക. ഓക്കെ, സോ ഇനി നിങ്ങൾക്ക് ഇക്വേഷൻ മാറിപ്പോകാൻ ചാൻസ് കുറവാണ്. കോൺട്രിബ്യൂഷൻ മാർജിൻ ഡിവൈഡഡ് ബൈ ഈ കോൺട്രിബ്യൂഷൻ മാർജിൻ ഡിവൈഡ് ബൈ EBIT ചെയ്താൽ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലീവറേജിന്റെ ഇക്വേഷൻ കിട്ടി. ഓക്കെ, ഇനി നമ്മുടെ EBIT ഡിവൈഡ് ബൈ EBT ചെയ്താൽ നമ്മൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ ഫിക്സഡ് ഫിനാൻസിങ് കോസ്റ്റിന്റെ ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജ് കിട്ടും. ഇനി ഇതിന്റെ രണ്ടിന്റെയും കമ്പൈൻഡ് ആയിട്ടുള്ള വേർഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് രണ്ടും ആഡ് ചെയ്യുന്നു. കോൺട്രിബ്യൂഷൻ മാർജിൻ ഡിവൈഡ് ബൈ EBT. ഓക്കെ, അതിന്റെ നടുക്കാണ് രണ്ട് ഫിക്സഡ് ഫിനാൻസിങ് കോസ്റ്റും വരുന്നത്. ക്ലിയർ അല്ലേ? ക്ലിയർ. ഇതൊന്ന് എഴുതിക്കും.
ഞാൻ പറയണം. നമ്മളെ പെർസെൻറ്റേജ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമുക്ക് ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജിന്റെ ഇക്വേഷൻ കിട്ടുക? ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജ് കാണാൻ വേണ്ടിയിട്ട് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ Net sales. അല്ല, net income divided by പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ നെറ്റ് ഇൻകം അല്ലേ? നമ്മൾ ഇൻട്രസ്റ്റ് ലെസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ കോൺട്രിബ്യൂഷൻ മാർജിൻ ഡിവൈഡ് ബൈ EBT ഒക്കെ ചെയ്തത് നമ്മൾ ഇതാ മുകളിൽ നിന്ന് താഴോട്ട് പോയി ഇൻകം സ്റ്റേറ്റ്മെന്റിന്. ഇനി താഴെ നിന്ന് മേളിലോട്ട് പോയാൽ മതി. നമുക്ക് പെർസെൻറ്റേജ് ചേഞ്ച് നമുക്ക് എല്ലാ ക്വസ്റ്റ്യനിലും ആവശ്യം വരില്ല. ചില ക്വസ്റ്റ്യനിൽ ആ ഇക്വേഷൻ നമുക്ക് ഓർമ്മയിൽ വെക്കണം. സോ ദാ ഇൻട്രസ്റ്റ് ലെസ് ചെയ്ത് കഴിഞ്ഞാലുള്ള EBTയിലും നെറ്റ് ഇൻകത്തിലൊക്കെ സെയിം പെർസെൻറ്റേജ് ചേഞ്ച് വരാം അല്ലെ? സോ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ നെറ്റ് ഇൻകം, പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ നെറ്റ് ഇൻകം ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EBIT. EBIT അല്ലെ? ഈ നമ്മുടെ ഫിക്സഡ് ഫിനാൻസിങ് കോസ്റ്റ് ലെസ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള EBIT. നിങ്ങൾക്ക് ഫസ്റ്റ് ഒരു കൺഫ്യൂഷൻ വരും, പക്ഷെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതനുസരിച്ച് ഇക്വേഷൻ ക്ലിയർ ആയിട്ട് വരും. എന്താ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EBIT. ഓക്കെ, ഇനി ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജിന്റെ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EBIT divided by Percentage change in sales. നമ്മൾ ഫിക്സഡ് ഫിനാൻസ് കോസ്റ്റ് ലെസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള EBITയിൽ എത്ര ചേഞ്ച് ആണോ വരുന്നത്, പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EBIT ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽസ് അല്ലെ? പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽസ് അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻ മാർജിൻ നമുക്ക് പറയാം. കാരണം ഈ വേരിയബിൾ കോസ്റ്റ് സെയിൽസും വേരിയബിൾ കോസ്റ്റും തമ്മിലുള്ള ഒരു കണക്ഷൻ ഉണ്ട്. അത് എപ്പോഴും ഫിക്സ്ഡ് ആയിട്ട് നിൽക്കുന്നതിനനുസരിച്ച് സെയിൽസിൽ വന്ന പെർസെൻറ്റേജും കോൺട്രിബ്യൂഷൻ മാർജിൻ വന്ന പെർസെൻറ്റേജ് ഒക്കെ സെയിം ആയിരിക്കും. ഫോർ എക്സാമ്പിൾ സെയിൽസ് 10% കൂടിയാൽ വേരിയബിൾ കോസ്റ്റും 10% കൂടും, കോൺട്രിബ്യൂഷൻ മാർജിൻ 10% കൂടും. ഓക്കെ, സോ നമ്മളിവിടെ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽസ് എന്ന് പറഞ്ഞാലും പെർസെൻറ്റേജ് കോൺട്രിബ്യൂഷൻ മാർജിൻ ആയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ കോമൺ ആയിട്ട് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EBIT ഡിവൈഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽസ് എന്ന് പറഞ്ഞു അല്ലേ? ഓക്കെ, നമ്മളിപ്പോ ഇവിടെ ശ്രദ്ധിക്കാം ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലീവറേജ്. എന്തുകൊണ്ട് ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലീവറേജ് എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EBIT divided by percentage change in sales അല്ലെ? ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലീവറേജിനെ ഞാൻ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ സംഭവിക്കാൻ നോക്കുക ഇതിന്റെ ഇക്വേഷനിൽ. ഓക്കെ, ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലീവറേജിന്റെ ഇക്വേഷൻ ആണ് ലെഫ്റ്റ് സൈഡിൽ ഇത്. ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജിനെ എവിടെ ചെയ്യുന്നുണ്ട്? പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ നെറ്റ് ഇൻകം ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജിൽ പെർസെൻറ്റേജ് ചേഞ്ച് നെറ്റ് ഇൻകം ഡിവൈഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EBIT. ഓക്കെ, ഞാനിതാ ഈ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലീവറേജിനെ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് എന്താ കിട്ടുക? ഡിഗ്രി ഓഫ് ടോട്ടൽ ലീവറേജ് അല്ലെ? ടോട്ടൽ ലീവറേജ്. ഇവിടെ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EBIT ഡിവൈഡ് ബൈ സെയിൽസ് ഇൻടു നെറ്റ് ഇൻകം ഡിവൈഡ് ബൈ EBIT. ഇതാ ഈ EBIT ഞാൻ ക്യാൻസൽ ചെയ്തു, EBIT ഞാൻ ഇവിടെ ക്യാൻസൽ ചെയ്തു കോമൺ ആയിട്ട്. അങ്ങനെയാണ് റിമൈനിങ് എന്താ ഉള്ളത്? ഇതാ ഇതിലെ ന്യൂമറേറ്റർ ഉണ്ടാവും, ഇതിലെ ഡിനോമിനേറ്റർ ഉണ്ടാവും അല്ലെ? പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ നെറ്റ് ഇൻകം ഡിവൈഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽസ്. പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ നെറ്റ് ഇൻകം ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽസ്. ഈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ നെറ്റ് ഇൻകം ഡിവൈഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽസ് ചെയ്താലല്ലേ നമുക്ക് ഡിഗ്രി ഓഫ് ടോട്ടൽ ലീവറേജ് കിട്ടുക അല്ലെ? നമ്മൾ ഫസ്റ്റ് ഇന്നലെ ചെയ്ത ക്വസ്റ്റ്യനിൽ നെറ്റ് ഇൻകത്തിൽ പെർസെൻറ്റേജ് 20 ആയിരുന്നു, സെയിൽസിൽ 10%. സോ 20 ഡിവൈഡ് ബൈ 10 ചെയ്താൽ നമുക്ക് 2 കിട്ടും അല്ലെ? സെയിൽസിൽ എത്ര പെർസെൻറ്റേജ് ചേഞ്ച് ആണ് വന്നത് അതിന്റെ 2 ടൈംസ് ആയിരിക്കും നെറ്റ് ഇൻകത്തിൽ വരാൻ പോകുന്ന ചേഞ്ച്. ഓക്കെ, സോ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജ് കൂടാന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതൽ റിട്ടേൺ കിട്ടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ് അല്ലെ? അതുപോലെ തന്നെ വേറൊരു റിസ്കിന്റെ ഒരു സൈഡും ഉണ്ട് അവിടെ. 10% സെയിൽസ് കൂടുമ്പോൾ 20% നെറ്റ് ഇൻകം കൂടാന്ന് പറഞ്ഞാൽ നമുക്കൊരു അഡ്വാൻറ്റേജ് ആണ്. പക്ഷെ അതിന് വേറെ പ്രശ്നം എന്ന് വെച്ചാൽ ഇൻ കേസ് 10% സെയിൽസ് ഒന്ന് കുറഞ്ഞു പോയാലോ, സെയിൽസിൽ വന്ന കുറവിനെക്കാട്ടിയും കൂടുതൽ കുറവ് നെറ്റ് ഇൻകത്തിൽ വരും അല്ലെ? അതൊരു പ്രശ്നമല്ലേ? സെയിൽസിൽ 10% കുറവ് വന്നാല് സെയിൽസിൽ വന്ന കുറവിനേക്കാൾ കൂടുതൽ കുറവ് നെറ്റ് ഇൻകത്തിൽ കുറയും, 20% കുറയും. ഓക്കെ, സോ ഈ ഫിനാൻഷ്യൽ ലീവറേജ് ഒരു കമ്പനിക്ക് ഉണ്ടാവാന്ന് പറഞ്ഞാൽ റിസ്ക് ഉണ്ട്. പക്ഷെ ആ റിസ്ക് എടുത്താലേ കമ്പനിക്ക് കൂടുതൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുള്ളൂ. ഓക്കെ, നമുക്ക് റിസ്ക് എടുക്കാൻ കൂടുതൽ റിട്ടേൺ കിട്ടണം നമുക്ക് വാശി പിടിക്കാൻ പറ്റും? ഇല്ല. നമുക്ക്
ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റേ ഇടാൻ പറ്റുള്ളൂ. പക്ഷെ നമുക്ക് 12% റിട്ടേൺ വേണമെന്ന് പറഞ്ഞാൽ അത് നടക്കും ഇല്ല. ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടാൽ മാക്സിമം 7% കിട്ടുള്ളൂ. നമ്മൾ അടുക്കുള്ള റിസ്കിനുള്ള റിട്ടേൺ കിട്ടുള്ളൂ അല്ലെ. 12% കിട്ടണമെങ്കിൽ നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇടേണ്ടി വരും അല്ലെ. നമുക്ക് ഡെയിലി ഹോംവർക്ക് ചെയ്യാൻ പറ്റില്ല, ഷോർട്ട് നോട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല, വർക്ക് ചെയ്യാൻ പറ്റില്ല, ടെക്സ്റ്റ് വായിക്കാൻ പറ്റില്ല. ഇതൊന്നും ചെയ്യാണ്ട് CMA ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ് ആവണം എന്ന് പറഞ്ഞാൽ നടക്കും ഇല്ല. ഇതൊക്കെ ചെയ്താലേ, ആ റിസ്ക് എടുത്താലേ നമുക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ് ആവാൻ പറ്റുള്ളൂ അല്ലെ. അതൊക്കെ ചെയ്യുന്നു ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, സോ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജ് എന്ന് പറഞ്ഞാൽ കമ്പനിക്ക് നല്ല ഒരു ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി, അതാ കൂടുതൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. പക്ഷെ അതിന് ഒരു റിസ്ക്കും കൂടി ഉണ്ട്. സോ കമ്പനീന്റെ പെർസ്പെക്റ്റീവില് അതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. പക്ഷെ ഇൻവെസ്റ്റേഴ്സിന് ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജ് അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് ടോട്ടൽ ലീവറേജ്, ഓപ്പറേറ്റിംഗ് ലീവറേജ് ഒക്കെ കൂടുതൽ ഉണ്ടാവാന്ന് പറഞ്ഞത് ഇൻവെസ്റ്റേഴ്സിന് ഒരു റിസ്ക് ആണ്. പക്ഷെ ആ കമ്പനി നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് കൂടുതൽ റിട്ടേൺ കിട്ടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ്. ഓക്കെ ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ക്വസ്റ്റ്യൻ പെർട്ടിക്കുലർസ് കമ്പനി എ, കമ്പനി ബി, രണ്ട് കമ്പനിയുടെ ഇൻകം സ്റ്റേറ്റ്മെന്റിന്റെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കുക. കമ്പനി എന്റെ യൂണിറ്റ്സ് 60,000 ആണ്. കമ്പനി ബിന്റെ യൂണിറ്റ്സ് 15,000 ആണ്. സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 30 ആണ്. കമ്പനി ബിന്റെ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 250 ആണ്. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ്, വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് 10%, 10% അല്ല 10. കമ്പനി ബിന്റെ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് 75. ഓപ്പറേറ്റിംഗ് ഫിക്സഡ് കോസ്റ്റ് 7 lakh ആണ് കമ്പനി എൻ്റെത്. കമ്പനി ബിൻ്റെത് 14 lakh ആണ്. ഇൻട്രസ്റ്റ് എക്സ്പെൻസ്, ഫിക്സഡ് ഫിനാൻസ് കോസ്റ്റ് എന്ന് പറഞ്ഞത് കമ്പനി എൻ്റെത് 48,000 ആണ്. കമ്പനി ബിൻ്റെത് 78,000. ഞാൻ റിക്വയർമെന്റ് സൈറ്റിൽ ചെയ്താൽ പ്രിപ്പയർ CMIS എന്താ ഷോർട്ടാക്കി എഴുതിയാണ്. Contribution margin income statement. കോൺട്രിബ്യൂഷൻ മാർജിൻ ഇൻകം സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കണം. രണ്ട് കമ്പനിന്റെയും ടാക്സ് പെർസെന്റേജ് 10% ആണ്. ഇനി റിക്വയർ നമ്പർ ബി, കാൽക്കുലേറ്റ് ഡിഗ്രി ഓഫ് ലീവറേജ് റേഷ്യോസ്. അതായത് നമ്മുടെ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജ് കാണാം, ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലീവറേജ് കാണാം, ഡിഗ്രി ഓഫ് ടോട്ടൽ ലീവറേജ് കാണാം. ഓക്കെ, ഇത് സെയിം കമ്പനീന്റെ 2022 23 അല്ല കേട്ടോ, അങ്ങനല്ലേ. ഇത് വേറെ കമ്പനി എ, കമ്പനി ബി വേറെ കമ്പനി. ഓക്കെ, നിങ്ങൾ സെപ്പറേറ്റ് ചെയ്താൽ മതി. ഈ വർഷത്തെ ഇൻകം സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്തിട്ട് നമ്മളെ നോർമൽ ഇക്വേഷൻ ഇട്ട് ചെയ്താൽ മതി. നിങ്ങൾ എന്താ ആൻസർ ചെയ്ത് ഈ രീതിയിൽ ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ പെർട്ടിക്കുലേഴ്സ്, ഓക്കെ, പെർട്ടിക്കുലേഴ്സ് അതായത് ഇൻകം സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ഇവിടെ ഉണ്ടാക്കുക. സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇൻകം സ്റ്റേറ്റ്മെന്റ് എടുക്കണ്ട. പിന്നെ റൈറ്റ് സൈഡിൽ കമ്പനി എ, കമ്പനി ബി എന്ന് എഴുതിയാൽ മതി. ഓക്കെ, ഈ പെർട്ടിക്കുലേഴ്സ് ഒരു വട്ടം എഴുതിയാൽ മതി. കമ്പനി എ, കമ്പനി ബി. എന്നിട്ട് അവസാനം നിങ്ങൾക്ക് ഇതിന്റെ അടിയിൽ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജ് എത്ര, അതിന്റെ ഇക്വേഷൻ ഇടുക, ആൻസർ കണ്ടുപിടിക്കും. ചെയ്തോളൂ.
നിങ്ങൾ ഇൻകം സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കിയിട്ട് കമ്പനി എന്റെ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനി എന്റെ നെറ്റിംഗ് എത്ര കിട്ടി 4 lakh 6,800. 1,800. ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജ് നടത്തിയോ? എത്ര കിട്ടി? 1.11. 1 പോയിന്റ് 1.06. 11. 10.
106 എന്നാ കിട്ടിയേ, അപ്പൊ 11 ആക്കി. ഓക്കെ, ഒരു 3 പോയിന്റ് എടുത്തോളൂ. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ അടുത്തത് പറഞ്ഞിട്ട് ഒരുപാട് പോയിന്റ്സ് ഇല്ലേ. ആ അതായത് 5 lakh ഡിവൈഡ് ബൈ 4,52 ചെയ്തിട്ടുണ്ടെങ്കിൽ 1.106196, ഒരു 3 പോയിന്റ് എടുത്താൽ മതി. ഓക്കെ, അവസാനം ആൻസർ കിട്ടുമ്പോൾ ചെറിയൊരു ഇത് ഉണ്ടാവുന്നുള്ളൂ. പക്ഷെ മൊത്തം പോയിന്റ് എടുത്ത് കാൽക്കുലേറ്റർ എടുത്ത് ബുദ്ധിമുട്ടുണ്ടാച്ചിട്ട് 106 എടുത്താൽ മതി. ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് 2.4, അതെ, ശരിയാണ്, ശരി. ടോട്ടൽ ലിവറേജ് 2.65. ആ, മതി. 2.65, 2 പോയിന്റ് മതി. ശരിയാണ്, ശരിയാണ്. അതുപോലെ കമ്പനി ഗെയിൻ ചെയ്യും. കഴിഞ്ഞാൽ ആരാധന യെസ് സർ, ഞാൻ ചെയ്യാം. ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുകയാണോ? യെസ് സർ. ഓ, ചെയ്തു ചെയ്തു.
കഴിഞ്ഞാൽ കഴിഞ്ഞു സർ. ഓക്കെ, നിങ്ങൾക്ക് പറഞ്ഞാൽ മതി. സെയിൽസ് അല്ലെ, കമ്പനി എയുടെ സെയിൽസ് എന്ന് പറഞ്ഞാൽ 60,000 യൂണിറ്റ്സ് ആണ്. ഒരു യൂണിറ്റ് 30 ആണ് വിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 80 ലാഖിന്റെ സെയിൽസ് ഉണ്ടാവും അല്ലെ. ബാക്കി ഒന്ന് പറഞ്ഞു തന്നെ. വേരിയബിൾ കോസ്റ്റ് 6 ലാഖ് അല്ലെ. അങ്ങനെയാണെങ്കിൽ കോൺട്രിബ്യൂഷൻ മാർജിൻ 12 ലാഖ് ആണ് വരിക. ഫിക്സഡ് കോസ്റ്റ് 7 ലാഖ് ആണ്. അങ്ങനെയാണെങ്കിൽ EBIT 5 ലാഖ് ആണ് വരിക. ഇനി ഇൻട്രസ്റ്റ് 48,000 ആണ്. 48,000 ആണ്. അങ്ങനെയാണെങ്കിൽ EBT 4,52,000 ആണ് വരിക. ടാക്സ് പെർസെന്റേജ് 10% ആണ്. 4,52,ന്റെ 10% നമ്മൾ ടാക്സ് അടിച്ചാൽ 45,200 ആണ് ടാക്സ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നെറ്റിംഗ് എന്ന് പറയുന്നത് 4,52,000 ലെസ് ചെയ്താൽ 4,06,800 അല്ലെ. നല്ലൊന്ന്. അതുപോലെ കമ്പനിക്ക് വീണ്ടും സെയിൽസ് 37,50,000 ആണ്. വേരിയബിൾ കോസ്റ്റ് എത്ര വന്ന് മ്യൂട്ടാണ് 11,25,000 ആണ് വേരിയബിൾ കോസ്റ്റ്. അങ്ങനെയാണെങ്കിൽ കോൺട്രിബ്യൂഷൻ മാർജിൻ 26,25,000 ആണ് വരിക. പിന്നെ ഫിക്സഡ് കോസ്റ്റ് 14 ലാഖ് ആണ്. അങ്ങനെയാണെങ്കിൽ 12,25,000 ആണ് EBIT. 12,25,000 ആണ് EBIT. 78,000 ആണ് നമ്മുടെ ഇൻട്രസ്റ്റ്. അങ്ങനെയാണെങ്കിൽ 11,47,000 ആണ് നമ്മുടെ EBT. 11,47,000 into 10%, 1,14,700 ആണ് ഞാൻ ടാക്സ് അടച്ചത്. മൈനസ് 1,14,700, 10,32,300. ഇങ്ങനെയല്ല കിട്ടി. 10,32,300. ഓക്കെ, ഇനി നമുക്ക് റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യാം. ഞാനിതാ ഒരു ഓർഡറിൽ ആദ്യം ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലീവറേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലീവറേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിക്സഡ് കോസ്റ്റിന്റെ ഇൻഫ്ലുവൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കോൺട്രിബ്യൂഷൻ മാർജിൻ ഡിവൈഡ് ബൈ EBIT ചെയ്യുന്നു. ഓക്കെ, കോൺട്രിബ്യൂഷൻ മാർജിൻ ഡിവൈഡ് ബൈ EBIT ചെയ്തിട്ടുണ്ടെങ്കിൽ 12 ലാഖ് ആണ് കോൺട്രിബ്യൂഷൻ മാർജിൻ. ഡിവൈഡ് ബൈ EBIT 5 ലാഖ് ആണ്. 2.4 അല്ലെ. 2.4 അല്ലേ. എന്തായി 2.4 അർത്ഥം? എന്താണ് ഈ 2.4 അർത്ഥം? ഫിക്സഡ് കോസ്റ്റിന്റെ ഇൻഫ്ലുവൻസ് അഥവാ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് 2.4 ആണ്. അതായത് കോൺട്രിബ്യൂഷൻ മാർജിൻ ആൻഡ് സെയിൽസിന്റെ കളും ഫിക്സഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് 2.4 ടൈംസ് EBIT-യിൽ ചേഞ്ച് ആവും അല്ലെ. അതായത് നമ്മുടെ EBIT-യിൽ വരാൻ പോണ ചേഞ്ചിന്റെ പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സെയിൽസിലും കോൺട്രിബ്യൂഷൻ മാർജിനിലൊക്കെ വന്ന ചേഞ്ചിന്റെ 2.4 ടൈംസ് ആണ്. ഫോർ എക്സാമ്പിൾ, ഇവിടെ സെയിൽസ് 10% കൂടിയാൽ 10% കൂടിയിട്ടുണ്ടെങ്കിൽ ആ 10% ഇൻറ്റു 2.4 ടൈംസ് അല്ലെ. അഥവാ 24% EBIT ഇൻക്രീസ് ആവും അല്ലെ. വേണമെങ്കിൽ നമുക്കൊന്ന് തെളിയിച്ചു നോക്കാം. അത് മാത്രം ഒക്കെ അങ്ങനെ ചെയ്യേണ്ടതില്ല. നമ്മുടെ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലീവറേജ് ഇവിടെ 2.4 ആണെന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ EBIT-യിൽ വരാൻ പോണ ചേഞ്ചിന്റെ പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോൺട്രിബ്യൂഷൻ മാർജിനിലും സെയിൽസിലൊക്കെ വരുന്ന പെർസെന്റേജ് ചേഞ്ചിന്റെ 2.4 ടൈംസ് ആണ്. ഫോർ എക്സാമ്പിൾ, ഞാനിതാ സെയിൽസിൽ ഒരു 10% ഇൻക്രീസ് ചെയ്തു. ഓക്കെ, സെയിൽസ് 10% ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ സെയിൽസും വാരിയബിൾ കോസ്റ്റും കോൺട്രിബ്യൂഷൻ മാർജിനൊക്കെ 10% ഇൻക്രീസ് ആവില്ലേ. ഇൻക്രീസ് ആവും. സോ കോൺട്രിബ്യൂഷൻ മാർജിനിലൊക്കെ അവിടെ 10% ഇൻക്രീസ് ആണ് വന്നത്. ഞാനിതാ ഈ 12 ലാഖിലേക്ക് ഒരു 10% ഇൻക്രീസ് ആക്കി കൊടുക്കുകയാണ്. 12 ലാഖിലേക്ക് ഒരു 10% ഇൻക്രീസ് ആക്കി കൊടുത്താൽ എത്ര വരാം? കാൽക്കുലേറ്റർ ഒന്ന് അടിച്ചു നോക്കിയാൽ 12 ലാഖിലേക്ക് ഞാൻ ടെസ്റ്റ് 13 ലാഖ് 20,000 അല്ലെ. സോ ഞാൻ സെയിൽസിൽ ഒരു 10% കൂട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ സെയിൽസിൽ 10% കൂടിയാൽ അത് 18 ലാഖിനൂടെ 10%
കൂടുതലായിരിക്കും ആ എമൗണ്ടിന്റെ അതേ പെർസെന്റേജ് തന്നെയാണ് വേരിയബിൾ കോസ്റ്റിലും കോൺട്രിബ്യൂഷൻ മാർജിനിലും വരിക. സോ ഫിക്സഡ് ഇൻ കോസ്റ്റിന്റെ ഇൻഫ്ലുവൻസ് ഇവിടെ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് 2.4 ആണ്. സോ കോൺട്രിബ്യൂഷൻ മാർജിനിൽ വന്ന് ചേഞ്ച് എന്ന് പറഞ്ഞാൽ 1,32,000 ആണ് അല്ലെ? അല്ല, 13,20,000 ആണ് നമ്മുടെ പുതിയ കോൺട്രിബ്യൂഷൻ മാർജിൻ അല്ലെ. കോൺട്രിബ്യൂഷൻ മാർജിൻ 10% കൂടി എന്നാ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇതാ കോൺട്രിബ്യൂഷൻ മാർജിൻ വന്ന ചേഞ്ച് 10%. അത് ഇൻറ്റു ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലീവറേജ് 2.4 അഥവാ 24% ചേഞ്ച് നമ്മുടെ EBIT വരും. നമുക്ക് നോക്കാം. കോൺട്രിബ്യൂഷൻ മാർജിൻ 13,20,000 ആയി. ഫിക്സഡ് കോസ്റ്റ് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ? ഇല്ല, ഫിക്സഡ് കോസ്റ്റ് 7 lakh തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പുതിയ EBIT എന്ന് പറഞ്ഞാൽ 13,20,000 നിന്നും ഞാൻ 7 lakh ലെസ് ചെയ്തതാണ് 6,20,000. 6,20,000. ഇപ്പൊ എത്ര കൂടി EBIT? എത്ര ഇൻക്രീസ് ആയിട്ടുള്ളത്? EBIT എത്ര ചേഞ്ച് ആയിട്ടുള്ളത്? ചേഞ്ച് ഇൻ EBIT 5 lakh നിന്നും 6,20,000 പോയി. 6,20,000 എത്ര ചേഞ്ച് ആയിട്ടുള്ളത്? 1,20,000. 1,20,000 അല്ലെ. 5 lakh നിന്നും 6,20,000 പോകാൻ 1,20,000 ഇൻക്രീസ് ആവാന്നാണ് അതിന്റെ അർത്ഥം. ഏതിൽ നിന്നാണ് ചേഞ്ച് ആയത്? നമ്മൾ ബേസ് എമൗണ്ട് എത്ര? 5 lakh. 5 lakh. 5 lakh അല്ലെ. 5 lakh നിന്നും ഒരു 1,20,000 ചേഞ്ച് വന്നു. എത്ര പെർസെന്റേജ് ആയി ചേഞ്ച്? ചെയ്ത് നോക്കി. 2.4. 24% ചേഞ്ച് ആണ്. അതാണ് നമ്മുടെ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ്. നമ്മുടെ ഫിക്സഡ് കോസ്റ്റിന്റെ മുന്നേ വന്ന ചേഞ്ച് എത്രയാണോ അത് ഇൻറ്റു നമ്മൾ 2.4 ടൈംസ് അഥവാ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറഞ്ഞാൽ ഈ ഒരു മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര പെർസെന്റേജ് ആണോ നമുക്ക് കിട്ടുന്നത് അത്രയും ചേഞ്ച് നമ്മൾ EBIT വരും. EBIT 24% ചേഞ്ച് വന്ന് നമ്മൾ തെളിയിച്ചു. ഓക്കെ, എല്ലാം നമ്മൾ ഇങ്ങനെ ചെയ്ത് നോക്കണമെന്നില്ല, പക്ഷെ ഇതാണ് അതിന്റെ ഒരു പിന്നിലെ കോൺസെപ്റ്റ്. ഓക്കെ, സോ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് 2.4 ആണ് കിട്ടി അല്ലെ. കമ്പനി ആൻഡതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കമ്പനി ആൻഡതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കമ്പനി ആൻഡ് ലിവറേജ് റേഷ്യോസ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ്. ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇക്വേഷൻ EBIT Divided by EBT. EBIT ഡിവൈഡഡ് ബൈ EBT അല്ലെ. ഇവിടെ EBIT 5 lakh ആണ്. 5 lakh ആണ് ഡിവൈഡഡ് ബൈ ഇൻട്രസ്റ്റ് ലെസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള 4,52,000 ആണ്. 4,52,000 ആണ് EBT. അങ്ങനെയാണെങ്കിൽ 5 lakh ഡിവൈഡഡ് ബൈ 4,52,000 ചെയ്താൽ നമുക്ക് 1.106194690226 കിട്ടും. പക്ഷെ അത് നമ്മൾ ഡിഗ്രി ഓഫ് ടോട്ടൽ ലിവറേജ് ആണെങ്കിൽ മൊത്തം കാൽക്കുലേറ്റർ അടിച്ചുണ്ടാക്കണം. നമുക്ക് 3 പോയിന്റ് കിട്ടി. 1.106. ഓക്കെ, ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് 1.106 ആണ്. അതായത് EBITയിൽ എത്രയാണോ ചേഞ്ച് വരുന്നത് ആ ചേഞ്ച് ഇൻറ്റു 1.106 ടൈംസ് ചേഞ്ച് വരും നമ്മളെ EBITയിൽ. ഓക്കെ, EBITയിൽ ഒരു 10% കൂടിയാൽ മതി. 10% ഇൻറ്റു 1.106 പറഞ്ഞാൽ 11.06% ആണ്. ഓക്കെ, EBITയിൽ ഒരു 10% ഇൻക്രീസ് വന്നിട്ടുണ്ടെങ്കിൽ EBITയിൽ നമ്മുടെ ഇൻട്രസ്റ്റ് കഴിഞ്ഞിട്ടുള്ള EBITയിൽ അതിനേക്കാൾ കൂടുതൽ ചേഞ്ച് അഥവാ 10%-നേക്കാൾ കൂടുതൽ ചേഞ്ച് 11.06 ചേഞ്ച് വരും. ഓക്കെ, ഇനി ഡിഗ്രി ഓഫ് ടോട്ടൽ ലിവറേജ് എത്ര കിട്ടി? ഡിഗ്രി ഓഫ് ടോട്ടൽ ലിവറേജിന്റെ ഇക്വേഷൻ Contribution margin divided by EBT. കോൺട്രിബ്യൂഷൻ മാർജിൻ ഡിവൈഡഡ് ബൈ EBT. ഡിഗ്രി ഓഫ് ടോട്ടൽ ലിവറേജ് എന്ന് പറഞ്ഞാൽ കോൺട്രിബ്യൂഷൻ മാർജിൻ ഡിവൈഡഡ് ബൈ EBT ആണ്. ഇവിടെ കോൺട്രിബ്യൂഷൻ മാർജിൻ എന്നുള്ളത് 1,20,000 ആണ്. 1,20,000 അല്ല 12 lakh ആണ്. ഡിവൈഡഡ് ബൈ EBT എന്ന് പറഞ്ഞാൽ 4,52,000 ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ 12 lakh ഡിവൈഡ് ബൈ 4,52,000 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 2.65 ഓർമ്മ കിട്ടും. 2.65. ഞാൻ 2 പോയിന്റ് എടുത്ത്. ഇനി നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഡിഗ്രി ഓഫ് ടോട്ടൽ ലീവറേജ് കാണാമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജ് എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജിന്റെയും ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലീവറേജിന്റെയും കോമ്പിനേഷൻ അല്ലെ. അങ്ങനെയാണെങ്കിൽ 1.106 ഇൻറ്റു 2.4 ചെയ്താൽ പോരെ. അത് ചെയ്താൽ നമുക്ക് കിട്ടും. നമുക്ക് എക്സാക്ട് കിട്ടൂല കാരണം നമ്മൾ പോയിന്റ് ഫുൾ എടുത്തിട്ടില്ല. 2.4 ഇൻറ്റു 1.106 ചെയ്തിട്ടുണ്ടെങ്കിൽ 2.6544
ഓൾമോസ്റ്റ് ശരിയായി വരുന്നുണ്ട്. ഫുള്ള് പോയിന്റ് വരുന്നില്ല, നമ്മൾ ഫുള്ള് പോയിന്റ് എടുക്കാത്തതുകൊണ്ടാണ്. ഇതാ അങ്ങനെ ചെയ്താൽ നമുക്ക് 2.654 ആണ് 2.65. സോ കമ്പനി അതിന്റെ 3 ലീവറേജ് റേഷ്യോസ് കിട്ടിയില്ലേ? കിട്ടി. ഇനി അതുപോലെ തന്നെ കമ്പനി ബിയുടെ ചെയ്യണം. കമ്പനി ബിന്റെ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലീവറേജ് ഞാൻ ആദ്യം കാണുന്നു. കമ്പനി ബിന്റെ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലീവറേജ് കോൺട്രിബ്യൂഷൻ മാർജിൻ ഡിവൈഡ് ബൈ ഇബിടി. കോൺട്രിബ്യൂഷൻ മാർജിൻ ഇവിടെ 26,25,000 ആണ്. 26,25,000 ആണ് കോൺട്രിബ്യൂഷൻ മാർജിൻ ഡിവൈഡഡ് ബൈ ഇബിഐടി. ഇബിഐടി ഇവിടെ വരുന്നത് 12,25,000. 12,25,000 അല്ലെ? ഇത്ര ആൻസർ വരുന്നത് 26,25,000 ഡിവൈഡ് ബൈ 12,25,000. 2.14 അല്ലെ? ഞാൻ 2.14 2 പോയിന്റ് എടുക്കുന്നുള്ളൂ. ഇനി ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജ് EBIT ഡിവൈഡഡ് ബൈ EBT ആണ്. 12,25,000 ഡിവൈഡ് ബൈ EBT എന്നുള്ളത് 11,47,000. 12,25,000 ഡിവൈഡ് ബൈ 11,47,000 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 1.068 കിട്ടും അല്ലെ? 1.06 അത് ഞാൻ എടുക്കുന്നുള്ളൂ. പിന്നെ ഡിഗ്രി ഓഫ് ടോട്ടൽ ലീവറേജ് കോൺട്രിബ്യൂഷൻ മാർജിൻ ഡിവൈഡഡ് ബൈ EBT. നമ്മുടെ 26,25,000 ഡിവൈഡഡ് ബൈ EBT. EBT എന്ന് പറഞ്ഞാൽ 11,47,000. 26,25,000 ഡിവൈഡഡ് ബൈ 11,47,000 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 2.28 കിട്ടാം. 2.28 അല്ലേ? 2.288. ഇനി ഡിഗ്രി ഓഫ് ടോട്ടൽ ലീവറേജ് കാണാൻ വേണ്ടിയിട്ട് ഞാനിതാ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജ് ആയിട്ടുള്ള 1.06 ഇൻറ്റു 2.14 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താലും 1.06 ഇൻറ്റു 2.14 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താലും 2. ചെറിയ ഡിഫറൻസ് ഉണ്ട്, പോയിന്റ് ഫുൾ എടുക്കാത്തതുകൊണ്ടാണ്. 1.06 ഇൻറ്റു 2.14 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 2.268 ആണ് കിട്ടുന്നത്. ഫുള്ള് പോയിന്റ് എടുക്കാത്തതുകൊണ്ടാണ്. അങ്ങനെ ചെയ്താൽ നമുക്ക് 2.88 എന്നാണ് കിട്ടുക. ഫുള്ള് പോയിന്റ് എടുക്കണമെന്നേ ഉള്ളൂ. ഓക്കെ, നമ്മൾ 1.6 ആയിട്ടുള്ള ബാക്കി പോയിന്റ് എടുത്തിട്ടില്ല, അതുകൊണ്ടാണ് ചെറിയ ഡിഫറൻസ് ആണ്. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. സോ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്താൽ മതി. ഇതിന്റെ ഒരു കോൺസെപ്ച്വൽ ക്ലാരിറ്റി ഒന്ന് സെറ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്താൽ മതി, സ്പേസ് വിട്ടാൽ മതി. റൈറ്റ് ഇന്റർപ്രിട്ടേഷൻ പറയാനാണ് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട്. അപ്പോൾ അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ ലെവലായിരിക്കും. റൈറ്റ് ഇന്റർപ്രിട്ടേഷൻ ടു ദ അബോവ് റേഷ്യോസ്. നമ്മളിപ്പോൾ കണ്ടുപിടിച്ച റേഷ്യോസിനൊക്കെ ഇന്റർപ്രിട്ടേഷൻ ഒന്ന് ചെയ്യാൻ മതി. നമ്മൾ ഇന്നലെ ചെയ്ത പോലെ നോക്കി ചെയ്താൽ മതി. പ്രശ്നമൊന്നുമില്ല. ആദ്യം നിങ്ങൾ ഈ രീതിയിൽ എഴുതിയാൽ മതി. കമ്പനി എ ഇങ്ങനെ ഹെഡിങ് ചെയ്താൽ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലീവറേജ് എത്രയാണ്? ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലീവറേജ് എന്ന് പറഞ്ഞാൽ 2.4 ആണ്. ഓക്കെ, 2.4 ആണ് ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലീവറേജ്. എന്താണ് ഇതിന്റെ അർത്ഥം? അതാണ് നിങ്ങൾ എഴുതിയത് അല്ലെ? ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലീവറേജ് 2.4 എന്ന് പറഞ്ഞാൽ ഇതാ നമ്മുടെ EBITയിൽ വരാൻ പോണ ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മളെ കോൺട്രിബ്യൂഷൻ മാർജിനും സെയിൽസിലൊക്കെ വന്ന ചേഞ്ചിന് 2.4 ടൈംസ് ആണ്. അതൊന്ന് ഇംഗ്ലീഷിൽ സെന്റൻസ് ആക്കി എഴുതിയാൽ മതി. ഓക്കെ, അതുപോലെ തന്നെ കമ്പനി ആൻഡ് ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജ് അത് എത്രയാണ് ചെയ്ത അതിന്റെ ഇന്റർപ്രിട്ടേഷൻ ചെയ്ത. ഡിഗ്രി ഓഫ് ടോട്ടൽ ലീവറേജ് എത്രയാണ് ചെയ്ത അതിന്റെ ഇന്റർപ്രിട്ടേഷൻ ചെയ്ത. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കമ്പനി ബി എഴുതുന്നു. ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലീവറേജ് എത്രയാണ് എഴുതുന്നു, ഇന്റർപ്രിട്ടേഷൻ എഴുതുന്നു. ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജ് എത്രയാണ് എഴുതുന്നു, ഇന്റർപ്രിട്ടേഷൻ എഴുതുന്നു. ഡിഗ്രി ഓഫ് ടോട്ടൽ ലീവറേജ് എത്രയാണ് എഴുതുന്നു, ഇന്റർപ്രിട്ടേഷൻ എഴുതുന്നു. ഈ ഒരു ഫോർമാറ്റ് നോട്ടിൽ എഴുതിക്കോ. നിങ്ങൾ ക്ലാസ് കഴിഞ്ഞിട്ട് സമയം പോലെ ഫിൽ ചെയ്താൽ മതി. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ്റെ അടുത്ത് തന്നെ ആയിക്കോട്ടെ. റൈറ്റ് ഇന്റർപ്രിട്ടേഷൻ ടു ദ അബോവ് റേഷ്യോസ്.
കഴിഞ്ഞായിരുന്നോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A company has 10 lakh in sales revenue, 6 lakh in variable cost, 3 lakh in fixed operating cost, 50,000 in interest expense. Interest expense ആയിട്ട് 50,000 ഉണ്ട്. And tax rate is equal to 40%. Tax rate to 40%. Calculate degree of operating leverage and degree of financial leverage of the company. Just income statement ഉണ്ടാക്കുക, ആൻസർ ചെയ്യാം. സിമ്പിൾ ആണ്. കഴിഞ്ഞാൽ പറയണേ. കഴിഞ്ഞോ?
ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ആദ്യം നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കുന്നു. ഇതാ സെയിൽസ് ഇവിടെ 10 lakh ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് 6 lakh ആണ്. ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ കോൺട്രിബ്യൂഷൻ മാർജിൻ 4 lakh ആയിരിക്കും. അതിൽ ഞാൻ ഫിക്സഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ആയിട്ടുള്ള 3 lakh ലെസ് ചെയ്തു. എനിക്ക് EBIT കിട്ടി 1 lakh അല്ലേ. അതിൽ നിന്ന് ഞാൻ ഇൻട്രസ്റ്റ് ലെസ് ചെയ്തു. ഇൻട്രസ്റ്റ് ലെസ് ചെയ്തത് ഞാൻ 50,000 ആണ്. അങ്ങനെയാണെങ്കിൽ EBT കിട്ടി 50,000 തന്നെയാണ്. ടാക്സ് 40% ആണ്. ടാക്സ് 40% ആണ്. മൈനസ് ടാക്സ് 40% ലെസ് ചെയ്താൽ 50,000 40%, 20,000 ലെസ് ചെയ്തു. നെറ്റ് ഇൻകം എന്ന് പറയുന്നത് 30,000 അല്ലേ. ഇനി ഇതാ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലീവറേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോൺട്രിബ്യൂഷൻ മാർജിൻ ഡിവൈഡ് ബൈ EBIT. സോ 4 lakh ആണ് ഡിഗ്രി ഓഫ് കോൺട്രിബ്യൂഷൻ മാർജിൻ ഡിവൈഡ് ബൈ EBIT. ഇവിടെ 1 lakh ആണ്. ഓക്കെ, സോ 4 times ആണ് അല്ലേ. സോ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലീവറേജ് 4 ആണ്. സോ കോൺട്രിബ്യൂഷൻ മാർജിനിൽ എത്ര പെർസെന്റേജിന്റെ ചേഞ്ച് ആണോ വരുന്നത് അതിന്റെ 4 ഇരട്ടി ചേഞ്ച് EBIT വരും അല്ലെ. കോൺട്രിബ്യൂഷൻ മാർജിൻ സെയിൽസ് ഒരു 10% ജസ്റ്റ് ഒന്ന് ഇൻക്രീസ് ആയി കൊടുത്താൽ മതി. നമ്മളെ EBIT വരാൻ പോണ ചേഞ്ച് എന്നാൽ 40% ചേഞ്ച് ആയിരിക്കും അല്ലെ. അതല്ല ഇതിന്റെ അർത്ഥം. ഇനി ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ EBIT ഡിവൈഡ് ബൈ EBT അല്ലെ. EBIT ഇവിടെ 1 lakh ആണ് ഡിവൈഡ് ബൈ 50,000 ആണ് EBT. അങ്ങനെയാണെങ്കിൽ 2 ആണ് ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജ് കിട്ടുക അല്ലെ. ഡിഗ്രി ഓഫ് ടോട്ടൽ ലീവറേജ് ഞാൻ പറഞ്ഞില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് ചെയ്യാം. നിങ്ങൾ ചെയ്തിട്ടുണ്ടോ ഡിഗ്രി ഓഫ് ടോട്ടൽ ലീവറേജ്? ചെയ്താലും കുഴപ്പമൊന്നുമില്ല, ചെയ്താൽ നല്ലത്. ഡിഗ്രി ഓഫ് ടോട്ടൽ ലീവറേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കോൺട്രിബ്യൂഷൻ മാർജിൻ ഡിവൈഡഡ് ബൈ EBT ആണ് ചെയ്യേണ്ടത്. കോൺട്രിബ്യൂഷൻ മാർജിൻ 4 lakh ആണ്. 4 lakh ഡിവൈഡ് ബൈ EBT 50,000 അല്ലെ. സോ 8 times ആണ് നമ്മൾ ഡിഗ്രി ഓഫ് ടോട്ടൽ ലീവറേജ്. അല്ലെങ്കിൽ നമുക്ക് ഡിഗ്രി ഓഫ് ടോട്ടൽ ലീവറേജ് കാണാൻ വേണ്ടിയിട്ട് DFL ഇൻറ്റു DOL ചെയ്താൽ മതി അല്ലെ. അഥവാ 4 അല്ല 2 into 4 ചെയ്താലും 8 തന്നെ നമുക്ക് കിട്ടുക അല്ലെ. കോൺട്രിബ്യൂഷൻ മാർജിനിലും സെയിൽസിലൊക്കെ വരുന്ന ചേഞ്ച് എത്രയാണ് അതിന്റെ 8 ഇരട്ടി ചേഞ്ച് ആയിരിക്കും നെറ്റിംഗത്തിൽ വരാൻ പോവാ. കാരണം ഫിക്സഡ് എക്സ്പെൻസിന് നല്ല ഇൻഫ്ലുവൻസ് ഇവിടെ ഉണ്ട് അല്ലെ. 1 lakh 50,000 എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഫിക്സഡ് എക്സ്പെൻസിന് ഇൻഫ്ലുവൻസ് അവിടെ ഉള്ളത് കൊണ്ട് തന്നെ കൂടുതൽ ഫിക്സഡ് കോസ്റ്റ് വന്നത് ഫിക്സഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റിലാണ്. അങ്ങനെയാണെങ്കിൽ ഓപ്പറേറ്റിംഗ് ലീവറേജ് ആയിരിക്കും നമുക്ക് കൂടുതലുള്ളത് അല്ലെ. ഓപ്പറേറ്റിംഗ് ലീവറേജ് ആണ് കൂടുതൽ. പിന്നെ ഇൻട്രസ്റ്റ് 50,000 ഉള്ളതുകൊണ്ട് നമുക്ക് ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജ് എന്ന് പറഞ്ഞിട്ട് പോവാം. കമ്പൈൻഡ് ആയിട്ട് നമുക്ക് 8 times ആണ് ഡിഗ്രി ഓഫ് ടോട്ടൽ ലീവറേജ് അല്ലെ. നമ്മുടെ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിന്റെ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ 8 ആണ്. ക്ലിയർ അല്ലേ? ക്ലിയർ. അടുത്ത ക്വസ്റ്റ്യൻ. Financial analyst of BMC company a financial analyst of BMC company has calculated company's degree of financial leverage is equal to 1.5. A financial analyst of BMC company has calculated the company's degree of financial leverage is equal to 1.5. ഇനി if requirement ആണ് കളർ മാറ്റം. If the net income before interest and tax increased by
5%, comma, the earnings available to shareholders will increase by dash. ചെറിയ ക്വസ്റ്റ്യൻ ആണ്. The financial analyst of BMC company has calculated company's degree of financial leverage is equal to 1.5. If the net income before interest and tax increased by 5%, the earnings available to shareholders will increase by dash. ആൻസർ കിട്ടിയാൽ പറയാം. 7.5 ആണ്. അതെ, 7.5. കിട്ടിയോ എല്ലാവരും? Yes, sir. 7.5 കിട്ടിയില്ലേ? ഓക്കെ, ഇവിടെ ഡയറക്റ്റ് അതിന്റെ പേര് പറഞ്ഞിട്ടില്ല, ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇവിടെ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജ് 1.5 ആണ്, പെർസെന്റേജിന്റെ ടേംസിലാണ് തന്നിട്ടുള്ളത്. ഇഫ് ദ നെറ്റ് ഇൻകം ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്, അല്ലെ? നെറ്റ് ഇൻകം ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താ EBIT. EBIT. EBIT എന്നവിടെ ഡയറക്റ്റ് പറഞ്ഞിട്ടില്ല എന്നുള്ളൂ. നെറ്റ് ഇൻകം ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്, ഇൻട്രസ്റ്റും ടാക്സും അടയ്ക്കുന്നതിന് മുന്നുള്ള നമ്മുടെ പ്രോഫിറ്റ്, അല്ലെ? ഏർണിംഗ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. ഏർണിംഗ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ടാക്സ് 5% ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദ ഏർണിംഗ്സ് അവൈലബിൾ ടു ഷെയർ ഹോൾഡേഴ്സ്. എന്താണ് ഈ ഏർണിംഗ്സ് അവൈലബിൾ ടു ഷെയർ ഹോൾഡേഴ്സ്? എന്താ Net income. നെറ്റ് ഇൻകം, അല്ലെ? നെറ്റ് ഇൻകം ആണല്ലോ നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് വീതിച്ചു കൊടുക്കണം, അല്ലെ? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനും കോമൺ ഷെയർ ഹോൾഡേഴ്സിനും ഒക്കെ വീതിച്ചു കൊടുക്കുന്ന ഏർണിംഗ്സ് ആണ് നമ്മുടെ ഏർണിംഗ്സ് ആഫ്റ്റർ ടാക്സ് അഥവാ നെറ്റ് ഇൻകം, അല്ലെ? അങ്ങനെയാണെങ്കിൽ ഇതാ നമുക്കറിയാം ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജ് EBIT ഞാൻ ലെസ് ചെയ്യുന്നത് ഇൻട്രസ്റ്റ്. ഓക്കെ, അങ്ങനെ എനിക്ക് EBT കിട്ടും. EBT ഞാൻ ലെസ് ചെയ്യുന്നു ടാക്സ്. ഇതിനൊന്നും ആവശ്യമില്ല, അല്ലെങ്കിൽ ആൻസർ കിട്ടും. നെറ്റ് ഇൻകം, അല്ലെ? അഥവാ ഇൻട്രസ്റ്റിന്റെ ഇൻഫ്ലുവൻസ് അഥവാ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജ് ഇവിടെ 1.5 ടൈംസ്, അല്ലെ? അല്ലെങ്കിൽ 1.5 ആണ്. ഇവിടെ ചോദിച്ചത് ഇഫ് ദ നെറ്റ് ഇൻകം ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഇൻക്രീസ്ഡ് ബൈ 5%, അല്ലെ? ഇതാ ഇവിടെ ഏർണിംഗ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഒരു 5% ഇൻക്രീസ് ആയിട്ടുണ്ടെങ്കിൽ നെറ്റ് ഇൻകം എത്ര പെർസെന്റേജ് ഇൻക്രീസ് ആവുന്നേ ചോദിച്ചിട്ടുള്ളൂ, അല്ലെ? ഇതാ EBITയിൽ നെറ്റ് ഇൻകത്തിൽ വരാൻ പോണ ചേഞ്ച് എത്ര എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏർണിംഗ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സിൽ വന്ന ചേഞ്ചിന്റെ 1.5 ടൈംസ് ആയിരിക്കും, അല്ലെ? 5 into 1.5 എന്ന് പറഞ്ഞാൽ 7.5%, അല്ലെ? ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് കോൺസെപ്ച്വലി ചിന്തിച്ചിട്ട് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഇക്വേഷൻ എന്തായിരുന്നു? പെർസെന്റേജ് ചേഞ്ച് Net income. Net income divided by Percentage change in EBIT. Percentage change in percentage EBIT. change in EBIT, അല്ലെ? ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജ് 1.5 ആണെന്ന് നമുക്കറിയാം. പെർസെന്റേജ് ചേഞ്ച് ഇൻ നെറ്റ് ഇൻകം നമുക്കറിയില്ല, അവിടെ നിൽക്കട്ടെ. പെർസെന്റേജ് ചേഞ്ച് ഇൻ EBIT നമുക്കറിയാം 5 അല്ലേ? 5 ആണ്, അല്ലെ? ഇതാ
ഈ ന്യൂമറേറ്റർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നു. ഇതാ ഈ 1.5നെയും 5നെയും ഇതാ. അപ്പൊ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ നെറ്റ് ഇൻകം എന്ന് പറഞ്ഞാൽ ഇതാ 1.5 ഇൻറ്റു 5 ആണ്, അഥവാ 7.5%. ക്ലിയർ അല്ലേ? ഓക്കെ. ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ചുമ്മാ ഐക്വേഷൻ മാത്രം പറഞ്ഞാൽ പോരാ, കോൺസെപ്റ്റ് എന്താണെന്ന് അറിയണം. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഈസി ആയിട്ട്. ആരാധന ക്ലിയർ അല്ലേ ക്വസ്റ്റ്യൻ? Yes, sir. Clear ആണ്. ആൻസർ ചെയ്തിട്ടില്ലേ? വേണമെങ്കിൽ ഈ രീതിയിൽ വേണമെങ്കിൽ വെച്ചോ, നിർബന്ധമില്ല. കഴിഞ്ഞാണോ? കഴിഞ്ഞാണോ? ആരാ? എഴുതിയില്ലേ ഈ ആൻസർ? റെസ്പോണ്ട് ചെയ്തേ. ഇതിന് ആൻസർ ചെയ്തിട്ടില്ലേ? Yes, sir. എഴുതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Zerotech company has increased Zerotech company has increased its EBIT by 17%, comma, during the period, during the same period, the net income after tax has increased by 42%. Calculate DFL. $2.47. ശരി. സാർ എനിക്ക് കിട്ടിയില്ല. കിട്ടിയില്ല. ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജ് ആണ് ചോദിച്ചിട്ടുള്ളത്. EBIT 17% കൂടിയിട്ടുണ്ട്. EBIT നമ്മുടെ ഇൻട്രസ്റ്റ് ഒക്കെ കുറയ്ക്കുന്നതിന് മുന്നേ
15% ഇൻക്രീസ് വന്നിട്ടുള്ളത്. ഇൻട്രസ്റ്റ് ഒക്കെ കുറച്ച് കഴിഞ്ഞിട്ടുള്ള നെറ്റ് ഇൻകത്തിൽ 42% ചേഞ്ച് വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ നടുക്കുള്ള നമ്മുടെ ഇൻട്രസ്റ്റിന്റെ ഇൻഫ്ലുവൻസ് എത്രത്തോളം ഉണ്ട്, ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജ് എത്ര? കൂടുതൽ കോൺസെപ്റ്റ് ചിന്തിക്കണമെന്നില്ല, ജസ്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി. നമ്മൾ പെർസെന്റേജിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജ് കാൽക്കുലേറ്റ് ചെയ്യണം. പെർസെന്റേജ് ചേഞ്ച് മ്യൂട്ടാണ്. EBIT ഡിവൈഡഡ് ബൈ EBT. അതല്ല പെർസെന്റേജ് ചേഞ്ച് ഇൻ അതല്ലേ. നമ്മുടെ EBIT ഡിവൈഡ് ബൈ EBT നമുക്ക് ചെയ്യാൻ പറ്റും. EBIT ഡിവൈഡ് ബൈ EBT നമുക്ക് എമൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഈ വർഷത്തെ ഇൻകം സ്റ്റേറ്റ്മെന്റിൽ എമൗണ്ട്സ് എടുത്തിട്ട് EBIT എത്രയാണ് എമൗണ്ട് ഡിവൈഡ് ബൈ EBT എത്രയാണ് എമൗണ്ട് അത് യൂസ് ചെയ്തിട്ടല്ലേ നമ്മൾ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജ് നേരത്തെ കണ്ടുപിടിച്ചത്. പെർസെന്റേജ് ചേഞ്ച് ഇൻ നെറ്റ് ഇൻകം ഡിവൈഡഡ് ബൈ EBIT. അതെ പെർസെന്റേജ് ചേഞ്ച് ഇൻ നെറ്റ് ഇൻകം ഡിവൈഡ് ബൈ പെർസെന്റേജ് ചേഞ്ച് ഇൻ EBIT. കിട്ടിയായിരുന്നില്ലേ? കിട്ടിയായിരുന്നോ? കിട്ടി. ഇവിടെ ഞാൻ EBT ഓർ നെറ്റ് ഇൻകത്തിന് കൊടുത്തിട്ടുണ്ട്. നോർമലി പെർസെന്റേജ് ചേഞ്ച് നെറ്റ് ഇൻകം ഡിവൈഡ് ബൈ EBT ആണ്. പക്ഷെ ഞാനിവിടെ EBT ഓർ നെറ്റ് ഇൻകം കൊടുക്കാൻ കാരണം വെച്ചാൽ EBTയിൽ വന്ന് ചേഞ്ച് ഒന്നായിരിക്കും നെറ്റ് ഇൻകത്തിൽ വരാം. ഓക്കെ, ടാക്സിന് പെർസെന്റേജ് മാറത്തോളം കാലം. സോ നെറ്റ് ഇൻകത്തിൽ വന്ന ചേഞ്ച് 42% ആണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, EBITയിൽ വന്ന ചേഞ്ച് 17% ആണ്. EBITയിൽ ചെറിയ ചേഞ്ച് ഉണ്ട്. ഓക്കെ, പക്ഷേ EBIT ഇൻട്രസ്റ്റ് ഒക്കെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ഫിനാൻഷ്യൽ ലീവറേജ് ഫിനാൻസ് കോസ്റ്റിന്റെ ഇൻഫ്ലുവൻസ് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ നെറ്റ് ഇൻകത്തിലേക്ക് വരുമ്പോൾ കൂടുതൽ ചേഞ്ച് വന്നിട്ടുണ്ട് അല്ലെ. സോ അവിടെ ഫിക്സഡ് കോസ്റ്റിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായിരിക്കും. 42% ഡിവൈഡ് ബൈ 17% പറഞ്ഞാൽ 2.47 ആണ് അല്ലെ. 2.47 ആണ് ഇവിടെ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജ്. ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജ് 2.47 ആണെങ്കിൽ നമുക്കറിയാം നമ്മളെ EBITയിൽ വരുന്ന ചേഞ്ച് എത്രയാണ്? ചേഞ്ചിന്റെ 2.47 ടൈംസ് ആയിരിക്കും നമ്മുടെ നെറ്റ് ഇൻകത്തിൽ വരാൻ പോണ ചേഞ്ച് അല്ലെ. 17% ആണ് ചേഞ്ച് ആവുന്നത് EBITയിൽ. ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജ് ഇവിടെ 2.47 ആണ്. 17% ഇൻറ്റു 2.47 ആയിട്ടുള്ള 42% ചേഞ്ച് നെറ്റ് ഇൻകത്തിൽ വരുന്നില്ലേ? ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 42% വരുന്നുണ്ട്. അപ്പൊ ക്ലിയർ അല്ലേ? ഈ ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫിനാൻഷ്യൽ ലീവറേജ് റേഷ്യോസിൽ ഇത്രയും നമ്മൾ പഠിച്ച കാര്യം നമ്മൾ ജസ്റ്റ് ഒന്ന് കൺക്ലൂഡ് ചെയ്യാൻ പോകണം. നമ്മൾ ഇന്നലെ തിങ്കളാഴ്ച തുടങ്ങിയാണ് ലീവറേജ് റേഷ്യോസിൽ നമ്മൾ ഇത്രയും നേരം പഠിച്ച ലിക്വിഡിറ്റി റേഷ്യോസ്, ആക്ടിവിറ്റി റേഷ്യോസ്, പ്രോഫിറ്റബിലിറ്റി റേഷ്യോസിനൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചൊന്നും ചിന്തിക്കാനുള്ള ഒരു ഏരിയ ആണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് റീകാപ്പ് ചെയ്യാം. ലീവറേജ് റേഷ്യോസ് അല്ലെ, ലീവറേജിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇൻഫ്ലുവൻസ് ആണ്. ഫിനാൻഷ്യൽ ലീവറേജ് റേഷ്യോ അല്ലെ, ഇക്വിറ്റി മൾട്ടിപ്ലയർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഫിനാൻഷ്യൽ ലീവറേജ് റേഷ്യോ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? Total assets Total assets divided by total equity. അല്ല, അത് നോട്ട് നോക്കാതെ ഒരു ഫോർമുല ഇല്ലേ?
ടോട്ടൽ ഡിവൈഡ് ബൈ ടോട്ടൽ ഇക്വിറ്റി. ആ, ഓർമ്മയുണ്ട് സർ. അതില്ലെങ്കിൽ പെട്ടെന്ന് പ്രശ്നം. പേര് കിട്ടിയപ്പോ ഏതാന്ന് ഓർമ്മ വന്നില്ലേ? അതെന്താ വെച്ചാൽ ഓഫ്ലൈൻ ക്ലാസ്സിൽ ഞാൻ ഡെയിലി ക്വസ്റ്റ്യൻ ചോദിക്കില്ലേ, നമുക്ക് അതിനുള്ള സമയമില്ല. നിങ്ങൾ പഠിക്കുന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാത്തത്. ഓക്കെ, അറ്റ്ലീസ്റ്റ് നമ്മൾ എടുക്കുന്ന നോട്ടെങ്കിലും ഡെയിലി പഠിച്ചു പോയിട്ടില്ലെങ്കിൽ അവസാനം നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അത് അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനത്തെ സിറ്റുവേഷൻ നിങ്ങൾക്ക് വരാക്കാൻ വേണ്ടിയിട്ട് ഡെയിലി എടുക്കണ എത്രയാണോ കുറച്ചെങ്കിലും ഒരു 1 hour എങ്കിലും ക്ലാസ് കഴിഞ്ഞിട്ട് നോക്കുക. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ എക്സാമിന് പഠിക്കുമ്പോൾ അധികം വെള്ളം കുടിക്കേണ്ടി വരും. ഓക്കെ, സോ ഫിനാൻഷ്യൽ ലീവറേജ് നമ്മളെ ഇക്വിറ്റി മൾട്ടിപ്ലയർ, നമ്മളെ ബാലൻസ് ഷീറ്റ് യൂസ് ചെയ്തിട്ട് നമ്മളെ ഡെപ്റ്റ് നമ്മളെ എത്രത്തോളം നമ്മളെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാനുള്ള റേഷ്യോ ആണ് ഫിനാൻഷ്യൽ ലീവറേജ്. ഫിനാൻഷ്യൽ ലീവറേജിന്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ ടോട്ടൽ അസറ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ ഇക്വിറ്റി ആണ്. ഇതിൽ ഡെപ്റ്റിന്റെ ഒരു എമൗണ്ട് ഇല്ല അല്ലെ. ഡെപ്റ്റിന്റെ എമൗണ്ട് യൂസ് ചെയ്യാണ്ട് തന്നെ നമുക്ക് എത്രത്തോളം ഡെപ്റ്റ് നമ്മളെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഉണ്ട് നമുക്ക് അറിയാൻ പറ്റും. ടോട്ടൽ അസറ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ ഇക്വിറ്റി. ഈ റേഷ്യോ കൂടുന്നതിനനുസരിച്ച് ഡെപ്റ്റ് കൂടാണോ കുറയാണോ ചെയ്യാം? ഫിനാൻഷ്യൽ ലീവറേജ് റേഷ്യോ കൂടുക എന്ന് പറഞ്ഞാൽ ഡെപ്റ്റ്. അതെ, ഫിനാൻഷ്യൽ ലീവറേജ് കൂടുന്നതിനനുസരിച്ച് ഡെപ്റ്റ് കൂടും അല്ലെ. ഈ റേഷ്യോ 2 ആണെങ്കിൽ നമ്മുടെ ഡെപ്റ്റും ഈക്വിറ്റിയും സെയിം ആയിരിക്കും. 2-നെക്കാട്ടും വലുതാണെങ്കിൽ കൂടുതൽ ഡെപ്റ്റ് ആണ് അല്ലെ. 2-നെക്കാട്ടും ചെറുതാണെങ്കിൽ കൂടുതൽ ഇക്വിറ്റി ആണ് അല്ലെ. അങ്ങനെ നമുക്ക് നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഡെപ്റ്റ് എത്രത്തോളം ഉണ്ട് അല്ലെ. ഇനി ഡെപ്റ്റ് കൂടുതൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒരു ഇൻഫ്ലുവൻസ് കിട്ടുന്നത് എന്താ? ഡെപ്റ്റ് യൂസ് ചെയ്താൽ നമുക്ക് എന്താണ് ബെനിഫിറ്റ് ഉണ്ട് കമ്പനിക്ക്? കൂടുതൽ ഡെപ്റ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ട് കമ്പനിക്ക് എന്ത് ബെനിഫിറ്റ് ആണ് കിട്ടുന്നത്? പഠിക്കുന്നില്ല. ഷെയർ ഹോൾഡേഴ്സിന് അതന്നെ earnings per share would be like ഇവിടൊക്കെ എന്തോ ഓർമ്മയാണല്ലേ, കറക്റ്റ് ഇങ്ങോട്ട് വരില്ലല്ലോ. ഏർണിങ്സ് പെർ ഷെയർ income സിറ്റുവേഷൻ statement, contribution margin, income statement, earnings per share കൂടുതലായിരിക്കും. കോൺട്രിബ്യൂഷൻ മാർജിൻ ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്നല്ല, ഏത് ഇൻകം സ്റ്റേറ്റ്മെന്റിലും നമ്മുടെ ഡെപ്റ്റ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഷെയർസ് ഇഷ്യൂ ചെയ്താൽ മതി. നമ്മൾ ഡെപ്റ്റിന്റെ കോസ്റ്റ് ഫിക്സഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കിയാലും നമ്മൾ അതിന്റെ ഫിക്സഡ് ആയിട്ടുള്ള കോസ്റ്റ് കൊടുത്താൽ മതി. ഇവിടെ ഞാൻ 1 lakh ആണ് ടോട്ടൽ ക്യാപിറ്റൽ റേസ് ചെയ്തത്. ഞാൻ ഉണ്ടാക്കി നെറ്റിംഗ് 2800 1000 ഷെയർ ഹോൾഡേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുത്തപ്പോൾ ഒരു ഷെയർസിന് 2.8 വെച്ചിട്ട് ഏർണിങ്സ് കിട്ടി. ഏർണിങ്സ് പെർ ഷെയർ 2.5 അല്ലെ, 2.8 ആണ്. അത് മാറ്റിയിട്ട് ഞാൻ പകുതി ഡെപ്റ്റും പകുതി ഇക്വിറ്റി ആക്കിയപ്പോൾ എന്റെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ കൂടുതൽ ഡെപ്റ്റ് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഈ 50,000 ഞാൻ വെറും 1500 രൂപ ബാങ്കിൽ കൊണ്ടേ കൊടുത്താൽ മതി അല്ലെ. നെറ്റിംഗം കമ്പാരിറ്റീവ്ലി കുറവാണെങ്കിലും ഈ കുറഞ്ഞ നെറ്റിംഗം വെറും 500 ആൾക്കാർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ മതി അല്ലെ. അപ്പൊ ഓരോ ഷെയർസിനും കിട്ടുന്ന ഏർണിങ്സ് കൂടും അല്ലെ. ഡെപ്റ്റ് കൂടുതൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമ്പനീസിന് അവരുടെ ഏർണിങ്സ് പെർ ഷെയർ കൂട്ടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ട് അല്ലെ. കൂടുതൽ ഏർണിങ്സ് കൊടുക്കുന്ന ഒരു കമ്പനീനെ സംബന്ധിച്ചിടത്തോളം ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ അവർക്ക് ഈസി അല്ലേ അല്ലെ. നമ്മൾ അവരുടെ കഴിഞ്ഞ വർഷത്തെ ഏർണിങ്സ് പെർ ഷെയർ നോക്കുന്നു, കമ്പാരിറ്റീവ്ലി കൂടുതലാണ്, ആൾക്കാർക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരില്ല. ഓക്കെ, സോ കൂടുതൽ ഡെപ്റ്റ് യൂസ് ചെയ്താലുള്ള ഒരു ബെനിഫിറ്റ് ആണ് കൂടുതൽ ഏർണിങ്സ് പെർ ഷെയർ കൊടുക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ വേറൊരു റിസ്ക്കും ഉണ്ട്, ഈ ഇൻട്രസ്റ്റ് ഒക്കെ കവർ ചെയ്യാൻ പറ്റണം. ഓക്കെ, ഈ ഇൻട്രസ്റ്റ് കവർ ചെയ്ത് ഇവിടേക്ക് എത്തുമ്പോഴാണ് കൂടുതൽ ഏർണിങ്സ് ഒക്കെ കിട്ടുന്നത്. ഓക്കെ, ഈ ഇൻട്രസ്റ്റ് പോലും കവർ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ വന്നാൽ കമ്പനിക്ക് ഡിഫോൾട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ വേറെ രീതിയിൽ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന്റെ നെറ്റിംഗ് എത്രയാണോ ഉള്ളത് അത് ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോ ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഓക്കെ, പക്ഷെ ഇൻട്രസ്റ്റ് അങ്ങനെയല്ല. ഈ 1500 കവർ ചെയ്യാനുള്ള EBIT അവർ ജനറേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവർ ഈ 1500 ഇൻട്രസ്റ്റ് അടിക്കാൻ വേണ്ടിയിട്ട് വല്ല ഷോർട്ട് ടേം ലോൺ എടുക്കേണ്ടി വരും. ഓക്കെ, സോ ഇൻട്രസ്റ്റ് ഒരു ഫിക്സഡ് എക്സ്പെൻസ് ആണ്. ഓക്കെ, അതിന് ഒരു റിസ്ക് ഫാക്ടർ ഉണ്ട്, പക്ഷെ കൂടുതൽ റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഈ ഇൻട്രസ്റ്റ് ഒക്കെ കവർ ചെയ്യുന്ന രീതിയിലുള്ള പെർഫോമൻസ് അവർ കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിൽ, ചെറിയ ഇൻക്രീസ് സെയിൽസിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ കൂടുതൽ പെർസെന്റേജ് ഓഫ് ചേഞ്ച് പ്രോഫിറ്റിൽ അവർക്ക് വരുത്താൻ പറ്റും. ഇതാണ് ഡെപ്റ്റ് യൂസ് ചെയ്യുന്നതിനുള്ള ഒരു അഡ്വാൻറ്റേജ്. ഇനി ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജിൽ നമ്മൾ ഫിക്സഡ് ഫിനാൻസിങ് കോസ്റ്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റിന്റെ ഇൻഫ്ലുവൻസ് ആണ് നോക്കിയത്. ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജ് വന്നാൽ പെർസെന്റേജ് ചേഞ്ച് ഇൻ നെറ്റിംഗും ഡിവൈഡ് ബൈ പെർസെന്റേജ് ചേഞ്ച് ഇൻ EBIT, അല്ലെങ്കിൽ നമുക്ക് EBIT ഡിവൈഡ് ബൈ EBT ചെയ്താലും കിട്ടും. ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലീവറേജ് നമ്മുടെ ഓപ്പറേറ്റിംഗ് ഫിക്സഡ് കോസ്റ്റിന്റെ ഇൻഫ്ലുവൻസ് എത്രത്തോളം ഉണ്ട് നമ്മൾ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് വേണ്ടിയിട്ടാണ്. കോൺട്രിബ്യൂഷൻ മാർജിൻ ഡിവൈഡ് ബൈ EBIT ചെയ്താൽ മതി, അല്ലെങ്കിൽ പെർസെന്റേജ് ചേഞ്ച് ഇൻ EBIT ഡിവൈഡ് ബൈ പെർസെന്റേജ് ചേഞ്ച് ഇൻ സെയിൽസ്. ഡിഗ്രി ഓഫ് ടോട്ടൽ ലീവറേജ് നമ്മൾ ബോത്ത് ഫിനാൻസിങ് ആൻഡ് ഓപ്പറേറ്റിംഗ് ഫിക്സഡ് കോസ്റ്റിന്റെ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിന്റെ ഇൻഫ്ലുവൻസ് ആണ്. ഓൾസോ കോൾഡ് കമ്പൈൻഡ് ലീവറേജ്. ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജിന്റെയും ടോട്ടൽ ലീവറേജിന്റെയും ഒരു കോമ്പിനേഷൻ ആണ്.
അതുകൊണ്ട് തന്നെ നമുക്ക് ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജ് എത്രയാണോ അത് ഇൻറ്റു ഡിഗ്രി ഓഫ് ടോട്ടൽ ലീവറേജ് ചെയ്താൽ ഡിഗ്രി ഓഫ് ടോട്ടൽ ലീവറേജ് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് കോൺട്രിബ്യൂഷൻ മാർജിൻ ഡിവൈഡ് ബൈ EBIT ചെയ്യാം, അല്ലെങ്കിൽ പെർസെന്റേജ് ചേഞ്ച് ഇൻ നെറ്റ് ഇൻകം ഡിവൈഡ് ബൈ പെർസെന്റേജ് ചേഞ്ച് ഇൻ സെയിൽസ് ചെയ്യാം അല്ലേ. സോ ഇതൊക്കെയാണ് നമ്മൾ പഠിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത്. ഇനി നമുക്കൊരു കൺക്ലൂഷനിലേക്ക് എത്താം. ഓക്കെ, ഈ റേഷ്യോ ഒക്കെ കൂടിയാൽ എന്താ സംഭവിക്കുക, കുറഞ്ഞാൽ എന്താ സംഭവിക്കുക എന്നുള്ള ആ ഒരു കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്താം. ഓക്കെ, നമ്മളിപ്പോ തിങ്കൾ ചൊവ്വ ബുധൻ ഈ 3 ദിവസം പഠിച്ച റേഷ്യോസിലെ ഒരു കൺക്ലൂഷൻ എന്താണ്, നമ്മളിപ്പോ പഠിച്ച സാധനം അതിനോട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കോൺസെപ്റ്റ് ഒക്കെ നമ്മുടെ തലയിലുണ്ട്. അതെ, എന്നാലൊരു കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്താം. നിങ്ങളിപ്പോ എഴുതണ്ട, എനിക്ക് പറഞ്ഞു തന്നാൽ മതി. ഓക്കെ, നമ്മുടെ ഫിനാൻഷ്യൽ ലീവറേജ് റേഷ്യോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇക്വിറ്റി മൾട്ടിപ്ലർ അല്ലെ. ഫിനാൻഷ്യൽ ലീവറേജ് റേഷ്യോ അഥവാ നമ്മുടെ ഇക്വിറ്റി മൾട്ടിപ്ലയർ ഞാൻ FL ഷോർട്ട് ആക്കിയിട്ടുണ്ട്. ഈ ഫിനാൻഷ്യൽ ലീവറേജ് റേഷ്യോ ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ, കൂടുതലാവാന്ന് പറഞ്ഞാൽ, ഓക്കെ, ഫിനാൻഷ്യൽ ലീവറേജ് റേഷ്യോ കൂടിക്കുകയാണെങ്കിൽ ഡെപ്റ്റിന് എന്താ സംഭവിക്കാം? കൂടില്ല. ഫിനാൻഷ്യൽ ലീവറേജ് റേഷ്യോ നമ്മളെ ഇക്വിറ്റി മൾട്ടിപ്ലയർ കൂടാന്ന് പറഞ്ഞാൽ, രണ്ടിനെക്കാട്ടിയും വലുതാവാന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനി കൂടുതൽ ഡെപ്റ്റ് യൂസ് ചെയ്യാന്നാണ് അതിന്റെ അർത്ഥം അല്ലെ. ഡെപ്റ്റ് കൂടിയില്ലേ. ഇനി ഈ ഡെപ്റ്റ് കൂടുകയാണെങ്കിൽ നമ്മൾ ഇൻട്രസ്റ്റിന് എന്താ സംഭവിക്കാം? നമ്മൾ ഇൻട്രസ്റ്റ് എക്സ്പെൻസിന് കൂടില്ലേ. നമ്മൾ കൂടുതൽ കട എടുത്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ടി വരില്ലേ. ഇൻട്രസ്റ്റും കൂടും അല്ലെ. അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ, ഇൻട്രസ്റ്റ് കൂടിക്കുകയാണെങ്കിൽ നമ്മൾ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജിന് എന്താ സംഭവിക്കുക? നമ്മൾ DFL എന്താ സംഭവിക്കുക? കൂടാണോ കുറയാണോ ചെയ്യുക? ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജ് അഥവാ നമ്മളെ EBIT ഡിവൈഡഡ് ബൈ EBT ചെയ്താൽ കിട്ടുന്ന ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജ് ഇൻട്രസ്റ്റ് എക്സ്പെൻസ് കൂടുമ്പോൾ കേട്ടില്ല. കൂടും. 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 എന്തുകൊണ്ട് കൂടും? ചേഞ്ചസ് EBT-ലും ചേഞ്ച് ഉണ്ടാവും, കൂടുതലാവും. കൂടുതലാവും അല്ലെ. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ചെയ്തു നോക്കും. ഇൻട്രസ്റ്റ് കൂടുമ്പോൾ, ഇൻട്രസ്റ്റ് എക്സ്പെൻസ് കൂടുമ്പോൾ നമ്മൾ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജ് കൂടോ കുറയുന്നതാണ് നമ്മുടെ സംശയം. സംശയം വേണ്ട, കൂടും. നമുക്കൊന്ന് തെളിയിച്ചു നോക്കാം. ഞാൻ ഇവിടെ 3 സിറ്റുവേഷൻ എഴുതുന്നുണ്ട്. ABC കമ്പനി, PQR, XYZ. ഞാൻ 3 കമ്പനീന്റെ സിറ്റുവേഷൻ എഴുതുന്നുണ്ട്. 3 കമ്പനീന്റെ EBIT 50,000 ആണ്, മൈനസ് ഇൻട്രസ്റ്റ്. കമ്പനി ABCയിലേത് 10,000 ആണ് ഇൻട്രസ്റ്റ്. അങ്ങനെയാണെങ്കിൽ EBT 40,000 അല്ലേ. 40,000 ആണ്. ഇനി PQR കമ്പനിയുടെ ഇൻട്രസ്റ്റ് എക്സ്പെൻസ് കൂടുമ്പോൾ നമ്മളെ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജിന് എന്താ സംഭവിക്കാന്നാണ് വിളിക്കുന്നത്. നമുക്ക് പ്രൂവ് ചെയ്യാം. ഇനി PQR കമ്പനീന്റെ EBIT 50,000 ആണ്. 50,000 ആണ്. കുറച്ച് ഇൻട്രസ്റ്റ് എക്സ്പെൻസ് കൂടുതലാണ്, 20,000 ഇൻട്രസ്റ്റ് എക്സ്പെൻസ്. അങ്ങനെയാണെങ്കിൽ EBT 30,000 അല്ലെ. ഇനി XYZ കമ്പനീന്റെ EBIT സെയിം തന്നെയാണ്, ഡിവൈഡ് ബൈ ഇൻട്രസ്റ്റ് എക്സ്പെൻസ് 30,000 ആണ്. ഓക്കെ, ഡിവൈഡഡ് ബൈ ഇൻട്രസ്റ്റ് എക്സ്പെൻസ് 30,000 ആണ്, EBT 20,000 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജ് റേഷ്യോ ഒക്കെ ഇതിനും കണ്ടു നോക്കാം. ABC കമ്പനീന്റെ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജ് എത്ര വരിക?
EBIT ഡിവൈഡഡ് ബൈ EBT അല്ലെ? എത്ര വരാം? 50,000 ഡിവൈഡ് ബൈ 40,000. 1.25. 1.25 അല്ലെ? 1.25 ആണ് ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ്. 1.25. PQR കമ്പനിൻ്റെതോ EBIT 50,000 ഡിവൈഡ് ബൈ 30,000 ചെയ്താൽ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് എത്ര വരാം? 1.6. 1.66 അല്ലെ? 2 പോയിന്റ് മതി. ഇനി XYZ കമ്പനിയുടെ EBIT 50,000 ആണ്. ഇൻട്രസ്റ്റ് എക്സ്പെൻസ് നല്ല കൂടുതലാണ്. 30,000 ഉണ്ട് ഇൻട്രസ്റ്റ് എക്സ്പെൻസ്. അങ്ങനെയാണെങ്കിൽ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് 0.5. എത്ര? 2.5 അല്ലെ? ഇവിടെ ഏത് കമ്പനിക്ക് ഇൻട്രസ്റ്റ് കൂടുതൽ? XYZ. XYZ അല്ലെ? XYZക്ക് 30,000 ആണ് ഇൻട്രസ്റ്റ് എക്സ്പെൻസ് അല്ലെ? ഏറ്റവും കൂടുതൽ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് ഉള്ളത് ഈ കമ്പനിക്ക് തന്നെ അല്ലേ? അല്ലെ? സോ നമ്മൾ ഇൻട്രസ്റ്റ് എക്സ്പെൻസ് കൂടുമ്പോൾ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് കൂടുന്നില്ലേ? ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് കൂടുന്നുണ്ട്. സോ ഞാൻ കൺക്ലൂഷനിലേക്ക് എഴുതുന്നുണ്ട്. നമ്മളെ ഇൻട്രസ്റ്റ് എക്സ്പെൻസ് കൂടുമ്പോൾ നമ്മുടെ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജും കൂടുന്നുണ്ട് അല്ലെ? ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജും കൂടുന്നുണ്ട്. ഇനിയാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഈ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് 1.25ന്റെ അർത്ഥം എന്താ? EBIT ഒരു 10% ചേഞ്ച് വന്നാൽ, EBITയിൽ ഒരു 10% ചേഞ്ച് വന്നാൽ, 10% ചേഞ്ച് വന്നാൽ EBTയിൽ EITയുടെ 10% 1.5 times. അതായത് change 12.5 ടൈംസ് 12.5% ചേഞ്ച് EBTയിൽ വരും. അതല്ല അതിന്റെ അർത്ഥം. ഓക്കെ, സോ EBTയിൽ ഒരു 10% ചേഞ്ച് വന്നാൽ 12.5%ന്റെ ചേഞ്ച് ആണ് EBTയിൽ വരിക. ABC കമ്പനിയുടെ അല്ലെ? 10% കൂടിയാൽ EBT 12.5% കൂടും. അതുപോലെ തന്നെ 10% കുറഞ്ഞാലോ 12.5% EBT കുറയില്ലേ? അതിനും പോസിബിലിറ്റി ഇല്ലേ? നേരെ തിരിച്ചും സംഭവിക്കാം അല്ലെ? ഇനി PQR കമ്പനിന്റെ EBITയിൽ ഒരു 10% ചേഞ്ച് കൂടുകയോ കുറയുകയോ ചെയ്താൽ EBTയിൽ എന്ത് ചേഞ്ചാ വരാം? എത്ര പെർസെന്റേജ് ചേഞ്ചാ വരാം? 16.66 അല്ലെ? 16.66% കൂടുകയോ കുറയുകയോ ചെയ്യും അല്ലെ? 10% കൂടിയാൽ 16% EBIT കൂടും. ഇനി EBIT ഒരു 10% കുറഞ്ഞു പോയാൽ EBTയിൽ 16.66% കുറവ് സംഭവിക്കും അല്ലെ? ഇനി XYZ കമ്പനിന്റെ EBITയിൽ ഒരു 10% ചേഞ്ച് വന്നാൽ 10% ചേഞ്ച് ഇൻക്രീസോ ഡിക്രീസോ വന്നിട്ടുണ്ടെങ്കിൽ EBTയിൽ എത്ര പെർസെന്റേജ് ചേഞ്ചാ വരാം? 25% ചേഞ്ച് വരും അല്ലെ? 25% ഇൻക്രീസോ ഡിക്രീസോ വരും. അപ്പൊ ഇതിന്റെ സംശയം എന്താണെന്ന് വെച്ചാൽ, ഈ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജ് ഇൻക്രീസ് ആവുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ, ഓക്കെ, സെൻസിറ്റിവിറ്റി ഓഫ് ഇൻകം എന്താണ് സെൻസിറ്റിവിറ്റി? നമ്മൾ പഠിച്ചിട്ടില്ലേ സെൻസിറ്റിവിറ്റി അനാലിസിസ്? ഇൻവെസ്റ്റ്മെന്റ്സിൽ പഠിച്ചിട്ടില്ലേ? റിസ്ക് ഇൻ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗിൽ സെൻസിറ്റീവ് അനാലിസിസ്. മ്യൂട്ടാണ്. സെൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഒരാളെ പറയില്ലേ അപ്പൊ ഭയങ്കര സെൻസിറ്റീവ് ആണ് അല്ലെ? ചെറിയ കാര്യത്തിന് വരെ ദേഷ്യപ്പെടും, ചെറിയ കാര്യത്തിന് സങ്കടപ്പെടുന്ന ആൾക്കാർ അല്ലെ? വളരെ സെൻസിറ്റീവ് ആണെന്ന് നമ്മൾ പറയില്ലേ? എന്താണ് സെൻസിറ്റീവ് അല്ലെ? ചെറിയൊരു കാര്യം സംഭവിക്കുമ്പോഴത്തേനും അല്ലെ വലിയ ഇമ്പാക്ട് ഉണ്ടാവുക, അതല്ലേ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് അല്ലെ? നമ്മളെ സെൻസിറ്റിവിറ്റി അനാലിസിസിൽ നമ്മൾ എന്താ ചെക്ക് ചെയ്തത്? ഒക്കെ മറന്നുപോയോ? ഇൻവെസ്റ്റ്മെന്റ്സിന്റെ എക്സാം ഇടാത്തതുകൊണ്ടാണോ? നമ്മളെ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്ത കാര്യങ്ങളിൽ എന്തെങ്കിലും റിസ്ക് സംഭവിച്ചാൽ, ഫോർ എക്സാമ്പിൾ സെല്ലിംഗ് പ്രൈസ് കൂടി അല്ലെങ്കിൽ വേരിയബിൾ കോസ്റ്റ് കുറഞ്ഞു അല്ലെ? ഇതൊക്കെ ഓരോ റിസ്കുകളാണ്. ഫിക്സഡ് കോസ്റ്റ് കൂടുക, ഓക്കെ, ഇതൊരു റിസ്ക്, ഇത് രണ്ടാമത്തെ റിസ്ക്, ഇത് മൂന്നാമത്തെ റിസ്ക്. സെല്ലിംഗ് പ്രൈസ് ഒരു 5% കൂടിയാൽ നമ്മൾ എത്രത്തോളം ബാധിക്കും? അത് എത്രത്തോളം സെൻസിറ്റീവ് ആണ്? അല്ലെങ്കിൽ വേരിയബിൾ കോസ്റ്റ് ചേഞ്ച് ആയാൽ അത് എത്രത്തോളം സെൻസിറ്റീവ് ആണ്? ഫിക്സഡ് കോസ്റ്റ് മാറാൻ അത് എത്രത്തോളം സെൻസിറ്റീവ് ആണ് അല്ലെ? സെൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ എത്രത്തോളം നമ്മളെ എഫക്ട് ചെയ്യും, അതല്ലേ സെൻസിറ്റിവിറ്റി അല്ലെ? ചെറിയ ഒരു കാര്യം സംഭവിക്കുമ്പോഴത്തേന് വലിയ ഇമ്പാക്ട് വരിക, അതല്ലേ സെൻസിറ്റിവിറ്റി? സെല്ലിംഗ് പ്രൈസ് കൂടുമ്പോൾ നമ്മൾ NPV 50% ചേഞ്ച് ഉണ്ട്,
വേരിയബിൾ കോസ്റ്റ് 20% ചേഞ്ച് ഉള്ളൂ, ഫിക്സഡ് കോസ്റ്റ് 5% ചേഞ്ച് ഉള്ളൂ. ഏറ്റവും കൂടുതൽ സെൻസിറ്റീവ് ആയിട്ടുള്ളത്, ഡേഞ്ചറസ് ആയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് പ്രൈസ് കൂടാന്നുള്ള റിസ്ക്കാണ്. നിനക്ക് പഠിച്ചില്ലേ, ഓർമ്മയില്ലേ? ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ സെൻസിറ്റിവിറ്റി എന്തിനാ കൊണ്ടുവന്ന് വെച്ചാല്, ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജ് കൂടുതലാണെങ്കിൽ നമ്മളെ സെൻസിറ്റിവിറ്റി ഓഫ് ഇൻകം കൂടുതലാണോ കുറവാണോ ഉണ്ട്. ഇതാണ് എന്റെ സംശയം. ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജ് കൂടുതലാണെങ്കിൽ സെൻസിറ്റിവിറ്റി ഓഫ് ഇൻകത്തിന്റെ സെൻസിറ്റിവിറ്റി കൂടുതലാണോ കുറവാണോ ഉണ്ടാവുക? ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ ചുമ്മാ ആലോചിക്കണ്ട, ഇവിടേക്ക് നോക്കിയിട്ട് ആലോചിച്ചാൽ സെൻസിറ്റിവിറ്റി ഓഫ് ഇൻകം. ഇതാ നമ്മൾ ഓരോന്ന് പെർസെന്റേജ് ഒക്കെ വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇൻകത്തിന്റെ സെൻസിറ്റിവിറ്റി അല്ലെ, എന്തായിരിക്കും? കൂടുതലാണോ കുറവാണോ ഉണ്ടാവുക? ഫിനാൻഷ്യൽ ലിവറേജ് കൂടുന്നതിനനുസരിച്ചിട്ട് ഇൻകം ഇൻകം ഫിനാൻഷ്യൽ ലീവറേജിൽ നിന്ന് തുടങ്ങി ഡെപ്റ്റ് കഴിഞ്ഞ് ഇൻട്രസ്റ്റ് കഴിഞ്ഞ് നമ്മൾ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജിൽ എത്തി അല്ലെ. 1.5, 1.66, 2.5. സോ ഈ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജ് കൂടുതൽ നിൽക്കുന്നത് ഈ ഒരു കമ്പനിയിലാണ്. അപ്പൊ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജ് കൂടുതലാണെങ്കിൽ സെൻസിറ്റിവിറ്റി ഓഫ് ഇൻകം ഓക്കെ എന്തായിരിക്കും? കൂടുതലായിരിക്കോ കുറവായിരിക്കും? കൂടുതലാണ്. കൂടുതലായിരിക്കും അല്ലെ. അതെന്താ റീസൺ പറയാൻ പറ്റുമോ? ഫിക്സഡ് കോസ്റ്റ് അധികം കോൺസ്റ്റന്റ് ആയിരിക്കും. കോൺസ്റ്റന്റ് ആയതുകൊണ്ട്. ഓക്കെ, ഇവിടെ ഞാൻ ചോദിക്കട്ടെ, XYZ കമ്പനിയിൽ 2.5 ആണ് ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജ് അല്ലെ. നിങ്ങൾ സെയിൽസിൽ അല്ലെങ്കിൽ EBIT ഒരു 10% ചേഞ്ച് വരുത്തിയാൽ EBIT 25% ചേഞ്ച് വരുന്നില്ലേ? ഓക്കെ, നിങ്ങൾ ABCയിൽ നോക്കിക്കേ, ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജ് കമ്പാരിറ്റീവ്ലി കുറവാണ്, 1.25 ഉള്ളൂ. അപ്പം EBIT ഒരു 10% ഇൻക്രീസോ ഡിക്രീസോ വന്നാൽ ഒരു 12.5% ചേഞ്ച് EBIT വരുന്നുള്ളൂ. ഓക്കെ, സെൻസിറ്റിവിറ്റി ഓഫ് ഇൻകം കൂടാനും കുറയാനുള്ള ചാൻസ്, അതാണ് സെൻസിറ്റിവിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇൻകത്തിൽ വരാൻ പോണ ചേഞ്ചിന്റെ ഇമ്പാക്ട് എത്രത്തോളം ഉണ്ട്, അതാണ് ഞാൻ സെൻസിറ്റിവിറ്റി ഓഫ് ഇൻകം എന്ന് ഉദ്ദേശിച്ചത്. ഓക്കെ, ഇനി കമ്പനി PKR നോക്കിക്കേ, 10% കൂടുകയോ കുറയുകയോ ചെയ്താൽ, നിങ്ങൾ സെയിൽസ് ഒരു 10% കൂടിയാൽ 16.6% EBIT കൂടും അല്ലെ. ഇനി സെയിൽസ് ഒരു 10% കുറഞ്ഞിട്ടുണ്ടെങ്കിൽ 16.66% കുറവ് EBIT സംഭവിക്കും. ഓക്കെ, XYZ കമ്പനിന്റെ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജ് 2.5 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സെയിൽസ് ഒന്ന് ജസ്റ്റ് ഒന്ന് 10% കൂട്ടി കൊടുത്താൽ മതി, അതിന്റെ 2.5 ഇരട്ടി അഥവാ 25% ചേഞ്ച് വരുന്നില്ലേ അല്ലെ. സെയിൽസ് ഒരു 10% കൂടിയിട്ടുണ്ടെങ്കിൽ EBIT 25% ഇൻക്രീസ് ആവുന്നുണ്ട്. ഇനി സെയിൽസ് ഒന്ന് 10% കുറഞ്ഞു പോയാലോ, EBIT 25% കുറവാ വരാൻ പോണം. ഓക്കെ, സോ ഈ 1, 2, 3 ഈ 3 കമ്പനിയിൽ ഏറ്റവും സെൻസിറ്റിവിറ്റി ഓഫ് ഇൻകം ഉള്ളത് ഏത് കമ്പനിയിലാണ്? XYZ അല്ലെ. കാരണം എന്താ? ഇവിടെ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജ് കൂടുതലാണ്. ഫിനാൻസിങ് ഫിക്സഡ് കോസ്റ്റിന്റെ ഇൻഫ്ലുവൻസ് അവിടെ കൂടുതലാണ്. കാരണം ഫിക്സഡ് കോസ്റ്റ് ഇൻട്രസ്റ്റ് കൂടുതലാണ്. ഇൻട്രസ്റ്റ് കൂടുതലായതുകൊണ്ട് തന്നെ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജ് കൂടുതലായിട്ടാണ് നിൽക്കുന്നത്. സോ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജ് കൂടിയിട്ടുള്ള ഹൈ ആയിട്ടുള്ള ഒരു കമ്പനിയിൽ ഇൻകം മാറാനുള്ള ഇൻകത്തിന്റെ സെൻസിറ്റിവിറ്റി അല്ലെ, ഇൻകം മാറുമ്പോൾ ഉണ്ടാവുന്ന ഇമ്പാക്ട് അല്ലെ, അവർ സെയിൽസിലോ അല്ലെങ്കിൽ EBIT ചെറിയ ചേഞ്ച് വരുത്തിയിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രോഫിറ്റിൽ വലിയ ചേഞ്ചാ വരിക അല്ലെ. EBIT ഒരു 10% ചേഞ്ച് വരുത്തിയാൽ മതി, EBIT 25% ചേഞ്ച് വരും അല്ലെ. 10% കൂട്ടിയാൽ നല്ല റിട്ടേൺസ് ഉണ്ടാവും, 25% ഇൻക്രീസ് EBIT വരും. ഇനി സെയിൽസ് ഒരു 10% കുറഞ്ഞാലോ, അതിൽ വന്നതിന്റെ 2.5 ടൈംസ് അഥവാ 25% കുറവ് സംഭവിക്കും. ഓക്കെ, സോ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജ് കൂടുകയാണെങ്കിൽ സെൻസിറ്റിവിറ്റി ഓഫ് ഇൻകം കൂടാണോ കുറയാണോ ചെയ്യുക? കൂടാണോ കുറയാണോ ചെയ്യുക? ഞാൻ ആൻസർ പറഞ്ഞില്ലേ, കൂടും അല്ലെ. കാരണം ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജ് കൂടുതലാണെങ്കിൽ ഫിക്സഡ് കോസ്റ്റിന് അവിടെ നല്ല ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നാണ് അർത്ഥം. ഫിക്സഡ് കോസ്റ്റിന് നല്ല ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജ് കൂടുതലാണെങ്കിൽ നമ്മുടെ EBIT വരുന്ന ചെറിയ ചേഞ്ചിനെക്കാട്ടും എത്രയോ ഇരട്ടി ചേഞ്ച് നമ്മൾ EBIT വരാൻ ചാൻസ് ഉണ്ട് അല്ലെ. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ ഫിക്സഡ് ഫിനാൻസിങ് കോസ്റ്റിന് നല്ല ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് ചെറിയ ചേഞ്ച് EBIT വരുത്തിയാൽ വലിയ ചേഞ്ച് EBIT വരും അല്ലെ. സെൻസിറ്റിവിറ്റി ഓഫ് ഇൻകം വളരെ കൂടുതലാണ് അല്ലെ. സെൻസിറ്റിവിറ്റി ഓഫ് ഇൻകം വളരെ കൂടുതലാണെന്ന് പറഞ്ഞാൽ ഒരു കണക്കിന് നമുക്ക് നല്ലതാണ്. നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുക,
ഇതാ EBIT നമ്മളൊരു 10% കൂടി. ഓക്കെ, 25% ഇൻക്രീസ് അവിടെ നമുക്ക് വരും അല്ലെ? നല്ലതല്ലേ? ഓക്കെ, ഈ സെൻസിറ്റിവിറ്റി ഓഫ് ഇൻകം കൂടാന്ന് പറഞ്ഞാല് നമ്മുടെ ഫിനാൻഷ്യൽ റിസ്ക് കൂടാണോ കുറയാണോ ചെയ്യാം. അതാണ് ഇതിന്റെ അടുത്ത ഡൗട്ട്. ഫിനാൻഷ്യൽ റിസ്ക്. ഓക്കെ, ഫിനാൻഷ്യൽ റിസ്ക് എന്ന് പറഞ്ഞാൽ കൂടും അല്ലെ? അതെന്തുകൊണ്ടാ കൂടാ? നമ്മൾ 10% ഒന്ന് EBIT കുറഞ്ഞു പോയാലോ അല്ലെ? EBIT ഒന്ന് 10% കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ 2.5 ഇരട്ടി 25%ന്റെ കുറവ് EBITയിൽ സംഭവിക്കും. ഓക്കെ, സോ ഇൻട്രസ്റ്റ് എക്സ്പെൻസിന്റെ ഇൻഫ്ലുവൻസ് കൂടുതൽ ഉണ്ടാവാന്ന് പറഞ്ഞാൽ, അഥവാ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജ് ഹൈ ആയിട്ട് നിൽക്കാന്ന് പറഞ്ഞാൽ സെൻസിറ്റി ഓഫ് ഇൻകം കൂടുതലായിരിക്കും. അങ്ങനെ സെൻസിറ്റി ഓഫ് ഇൻകം കൂടുതലായിട്ടുള്ള ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജ് ഹൈ ആയിട്ടുള്ള ഒരു കമ്പനിയിൽ ഫിനാൻഷ്യൽ റിസ്ക് വരാനുള്ള സാധ്യത കൂടുതലല്ലേ? അല്ലെ? ഇൻ കേസ് അവരെ EBIT കുറഞ്ഞു പോവാന്ന് പറഞ്ഞാൽ കൂടുതൽ ചേഞ്ച് EBITയിൽ വരാൻ കുറയുന്നതാണ് അതിന്റെ അർത്ഥം. അത് എന്തുകൊണ്ടാ? കൂടുതൽ ഫിക്സഡ് കോസ്റ്റ് നടുവിൽ ഒളിഞ്ഞു കിടക്കുന്നതുകൊണ്ടാണ് അല്ലെ? അവർ EBIT ഉണ്ടാക്കിയാലും ഇല്ലെങ്കിലും EBIT എത്ര സംഭവിച്ചാലും ഇൻട്രസ്റ്റ് എന്തായാലും അവർ കൊടുത്തോണ്ടിരിക്കണം 30,000 അല്ലെ? സോ ഇൻട്രസ്റ്റ് കൂടാന്ന് പറഞ്ഞാൽ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജ് കൂടാന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ റിസ്ക് കൂടുതലുള്ള കമ്പനിയാണ് അല്ലെ? സോ ഫിനാൻഷ്യൽ റിസ്ക് കൂടുതലുണ്ട്, പക്ഷെ അവർക്ക് നല്ല ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. കാരണം അവരുടെ ഇൻകം സെൻസിറ്റിവിറ്റി ഓഫ് ഇൻകം എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ് അല്ലെ? സെയിൽസിൽ അല്ലെങ്കിൽ EBITയിൽ ചെറിയ ചേഞ്ചസ് വരുത്തിയാൽ മതി, കൂടുതൽ ചേഞ്ച് EBITയിൽ വരുത്താൻ പറ്റും അല്ലെ? അതുപോലെ തന്നെ അതിന്റെ ഓപ്പോസിറ്റ് സൈഡാണ് ഫിനാൻഷ്യൽ റിസ്ക് കൂടുതലായിട്ട് നിൽക്കുക എന്ന് പറയുന്നത് അല്ലെ? കൂടുതൽ ഫിനാൻഷ്യൽ റിസ്കുള്ള കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് കൂടുതൽ റിട്ടേൺ ജനറേറ്റ് ചെയ്യാനുള്ള ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാവും അല്ലെ? സോ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജ് കൂടാന്ന് പറഞ്ഞാൽ നല്ല റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് പറയാൻ പറ്റും ഫിനാൻഷ്യൽ റിസ്ക്കും കൂടുതലാണ് അല്ലെ? ഫിനാൻഷ്യൽ റിസ്ക് കൂടുതലാണ്. സോ ഒരു ബാങ്കിനൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു ബാങ്ക് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, അതായത് ഒരു ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ലെൻഡേഴ്സ് അല്ലെ, പൈസ കടം കൊടുക്കാൻ പോണ ബാങ്ക് ലെൻഡേഴ്സിനൊക്കെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും ഈ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജും ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജ് ഒക്കെ കുറവുള്ള കമ്പനീസിൽ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിരിക്കും അവർക്ക് താല്പര്യം അല്ലെ? കാരണം അവർക്ക് ഫിക്സഡ് ഫിനാൻസിങ് കോസ്റ്റ് ഒക്കെ ആ കമ്പനീസിന് കുറവായിരിക്കും. ഓക്കെ, സോ ഇവരൊരു പുതിയ കടം കൊടുക്കുമ്പോൾ അതിന്റെ ഫിക്സഡ് ഫിനാൻസിങ് കോസ്റ്റ് മാനേജ് ചെയ്യാനുള്ള ആ ഒരു റിസ്ക് അല്ലെ, അത് വീട്ടാനുള്ള എബിലിറ്റി ഇതാ. ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജ് കൂടുതലുള്ള കമ്പനീസിന് വീണ്ടും കടം കൊടുക്കുക എന്ന് പറഞ്ഞാൽ കടം കൊടുക്കുന്ന ആൾക്കാർക്ക് റിസ്ക് അല്ലേ? അല്ലെ? നല്ല ഫിനാൻഷ്യൽ ലീവറേജ് ഉള്ള കമ്പനി നല്ല ഡെപ്റ്റ് യൂസ് ചെയ്തിട്ടാണ് ഇപ്പൊ അവർ ഓപ്പറേഷൻസ് നടത്തുന്നത്. അവർക്ക് ഇപ്പൊ തന്നെ അത്യാവശ്യം ഇൻട്രസ്റ്റ് ഉണ്ട്. ഓക്കെ, ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജ് കൂടുതലാണ്, സെൻസിറ്റിവിറ്റി ഓഫ് ഇൻകം കൂടുതലാണ്, ഫിനാൻഷ്യൽ റിസ്ക്കും കൂടുതലാണ്. ഇങ്ങനെയുള്ള ഒരു കമ്പനിക്ക് ഒരു പുതിയൊരു ബാങ്ക് കുറച്ചധികം ഡെപ്റ്റ് ഇനിയും കൊടുക്കാൻ ചാൻസ് ഉണ്ടോ? ചാൻസ് കമ്പാരിറ്റീവ് കുറവല്ലേ? കാരണം അവർക്ക് ഫിനാൻഷ്യൽ റിസ്ക് കൂടുതലാണ്, ഡിഫോൾട്ട് സംഭവിക്കാൻ ചാൻസ് കൂടുതലാണ് അല്ലെ? ബാങ്കിന് അവന് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കി വെച്ചാൽ ബാങ്കിന് വലിയ അധികം പ്രോഫിറ്റ് ഒന്നും കിട്ടാൻ പോകുന്നില്ല. ബാങ്കിന് ഈ 30,000 ഫിക്സഡ് ഇൻട്രസ്റ്റ് മാത്രമേ കിട്ടുള്ളൂ. ഇനി അവർ നല്ല സെയിൽസ് ഉണ്ടാക്കി EBIT നല്ല കൂട്ടി, ഓക്കെ, അതൊക്കെ അവസാനം പോവാൻ നെറ്റ് ഇൻകത്തിലേക്കാ പോവാ. ഷെയർ ഹോൾഡേഴ്സിന്റെ കാര്യമുള്ളൂ അല്ലെ? കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കി വിചാരിച്ചിട്ട് ബാങ്കിന് വലിയ ലാഭമൊന്നുമില്ല. ബാങ്കിന് ഫിക്സഡ് ആയിട്ട് ഇൻട്രസ്റ്റ് 30,000 കിട്ടുള്ളൂ. ഓക്കെ, സോ ഒരു ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ലെൻഡേഴ്സിനൊക്കെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും ആഗ്രഹിക്കുക ഈ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജും ഈ സെൻസിറ്റിവിറ്റി ഓഫ് ഇൻകം ഒക്കെ കുറവുള്ള കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ കുറവ് ഫിനാൻഷ്യൽ ലീവറേജും കുറവ് ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജ് ഒക്കെ ഉള്ള കമ്പനീസിന് കടം കൊടുക്കാനായിരിക്കും ഈ ബാങ്കുകാരൊക്കെ ആഗ്രഹിക്കുക. കാരണം ഡിഫോൾട്ട് സംഭവിക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം അവർക്ക് ഓൾറെഡി ഫിക്സഡ് ഫൈനാൻസിങ് കോസ്റ്റ് കുറവാണ്. ഓക്കെ, മനസ്സിലായിട്ടില്ലേ ഇപ്പൊ പറഞ്ഞ പോയിന്റ്? മനസ്സിലായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ കൺക്ലൂഷൻ ജസ്റ്റ് ഒന്ന് കണ്ടിന്യൂ ചെയ്യാം. സോ ഞാൻ പറഞ്ഞു വരുന്നത് ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജ് കൂടുതലാണെങ്കിൽ സെൻസിറ്റിവിറ്റി ഓഫ് ഇൻകം കൂടുതലാണെന്നല്ല അതിന്റെ അർത്ഥം അല്ലെ? അങ്ങനെ സെൻസിറ്റിവിറ്റി ഓഫ് ഇൻകം കൂടുതലാണെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ റിസ്ക് കൂടുതലായിരിക്കും കുറവായിരിക്കും? കൂടുതലായിരിക്കും അല്ലെ? ഫിനാൻഷ്യൽ റിസ്ക്കും അത്യാവശ്യം കൂടുതലായിരിക്കും. കാരണം ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജ് ഒക്കെ കൂടാന്ന് പറഞ്ഞാൽ ആ കമ്പനി നല്ല ഫിക്സഡ് ഫൈനാൻസിങ് കോസ്റ്റ് ഇപ്പോൾ ഓൾറെഡി അവരെ ഇൻകം സ്റ്റേറ്റ്മെന്റിൽ ഉണ്ട് അല്ലെ? സോ ഡിഫോൾട്ട് വരാനുള്ള സാധ്യത ഉണ്ട്, ഫിനാൻഷ്യൽ റിസ്ക് കൂടുതലാണ്. നമ്മൾ ഇത്ര ആലോചിച്ചാൽ മതി, ഇൻകത്തിന്റെ സെൻസിറ്റിവിറ്റി കൂടുതലാണെങ്കിൽ ഫിനാൻഷ്യൽ റിസ്ക് കൂടും. ആ 2 പോയിന്റ് മാത്രം നമുക്ക് മതിയാവും. ഇൻകത്തിന്റെ സെൻസിറ്റിവിറ്റി കൂടുക പറഞ്ഞാൽ ചെറിയ ചേഞ്ച് വന്നാൽ മതി, വലിയ ചേഞ്ച് താഴത്ത് വരും അല്ലെ? ചെറുതായിട്ട് EBIT കുറഞ്ഞു പോയാലും വലുതായിട്ട് EBIT കുറഞ്ഞു പോകും അല്ലെ? അപ്പൊ അവർക്ക് റിസ്ക് ആണ്. സോ സെൻസിറ്റിവിറ്റി ഓഫ് ഇൻകം നല്ലപോലുള്ള അധികമുള്ള കമ്പനിയിൽ, ഹൈ ആയിട്ട് ഇരിക്കുന്ന കമ്പനിയിൽ ഫിനാൻഷ്യൽ റിസ്ക്കും കൂടുതലാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലേ?
പറയാൻ പറ്റും. ഇനി ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് സംഭവിച്ചൂടെ? അല്ലെ, നേരെ ഓപ്പോസിറ്റ് സംഭവിച്ചൂടെ? അതായത് ഫിനാൻഷ്യൽ ലീവറേജ് കൂടുന്നതിന് പകരം കുറവാണ്, ഡെപ്റ്റ് കുറവാണ്, ഇൻട്രസ്റ്റ് കുറവാണ്, ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജ് കുറവാണ്, സെൻസിറ്റിവിറ്റി ഓഫ് ഇൻകം കുറവാണ്, ഫിനാൻഷ്യൽ റിസ്ക്കും കുറവാണ്. അല്ലെ, ഇത് ഫിനാൻഷ്യൽ ലീവറേജ് ഇതിനൊക്കെ ഓപ്പോസിറ്റ് സംഭവിച്ചാൽ അതിനുള്ള പോസിബിലിറ്റി ഇല്ലേ? അതിനുള്ള പോസിബിലിറ്റി ഇല്ലേ? അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇതിന്റെ കൂടെ വൈസ് വേഴ്സാന്ന് എഴുതി കൂടെ? ഓക്കെ, ഇതൊക്കെ കൂടുമ്പോഴുള്ള പോസിബിലിറ്റി ആണ് പറഞ്ഞത്. ഫിനാൻഷ്യൽ ലീവറേജ് കൂടുതൽ, ഡെപ്റ്റ് കൂടുതലാണ്, ഇൻട്രസ്റ്റ് കൂടുതലാണ്, ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജ് കൂടുതലാണ്, സെൻസിറ്റിവിറ്റി മറന്നുപോയി, സെൻസിറ്റിവിറ്റി ഓഫ് ഇൻകം കൂടുതലാണ്, സെൻസിറ്റിവിറ്റി ഓഫ് ഇൻകം കൂടുതലാണ്, ഫിനാൻഷ്യൽ റിസ്ക്കും കൂടുതലാണ്. അല്ലെ, കൂടുതലാണ്. ഞാൻ അതിന്റെ കൂടെ ചെയ്യുന്നുണ്ട് ആൻഡ് വൈസ് വേഴ്സ. അല്ലെ, ഇതിന് നേരെ ഓപ്പോസിറ്റ് സംഭവിക്കാം. ഫിനാൻഷ്യൽ ലീവറേജ് കുറവുള്ള കമ്പനിയിൽ ഡെപ്റ്റ് കുറവായിരിക്കും, ഇക്വിറ്റി ആയിരിക്കും കൂടുതൽ, സോ അവരുടെ ഇൻട്രസ്റ്റ് എക്സ്പെൻസ് കുറവായിരിക്കും, ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജ് കുറവായിരിക്കും. ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ. അല്ലെ, അപ്പൊ അവരുടെ ഇൻകത്തിന്റെ സെൻസിറ്റിവിറ്റി വളരെ കുറവായിരിക്കും. ഒരു 10% കുറഞ്ഞു പോയാൽ വെറും 12.5% കുറേ വരുന്നുള്ളൂ, അധികം ബാധിക്കുന്നില്ല. അല്ലെ, ഇങ്ങനെയാണെങ്കിൽ അവർക്ക് ഫിനാൻഷ്യൽ റിസ്ക് കമ്പാരിറ്റീവ് കുറവായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ അവിടെ വൈസ് വേഴ്സ ആണ് ഇത്. ക്ലിയർ ആയിട്ടില്ലേ? ക്ലിയർ ആയിട്ടുണ്ട്. ആരാധന? Yes, sir. Clear ആണ്. ഓക്കെ. സോ ഫിനാൻഷ്യൽ ലീവറേജിനെ കുറിച്ച് നമ്മൾ പഠിച്ച കാര്യങ്ങൾ അതൊരു കൺക്ലൂഷൻ ആക്കി നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി ഓപ്പറേറ്റിംഗ് ലീവറേജിനെ കുറിച്ച് ഒരു കൺക്ലൂഷൻ ചെയ്യാം. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. നമ്മളോട് പറഞ്ഞു. ഇനി നമുക്ക് കുറച്ചും കൂടി പെട്ടെന്ന് ഓപ്പറേറ്റിംഗ് ലീവറേജിനെ ഡിസ്കസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ശ്രദ്ധിക്കുക. ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലീവറേജ് അഥവാ നമ്മുടെ ഓപ്പറേറ്റിംഗ് ഫിക്സ്ഡ് കോസ്റ്റ്. നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ നമ്മൾ കൂടുതൽ ഫിക്സ്ഡ് കോസ്റ്റ് ഉണ്ട്, നമ്മുടെ കൂടുതൽ റെന്റ്, കൂടുതൽ ഇൻഷുറൻസ് എക്സ്പെൻസ്, കൂടുതൽ ലേബറും ഫിക്സഡ് ആണ്. ഓക്കെ, ഡയറക്ട് ലേബറിനെക്കാളും കൂടുതൽ നമുക്ക് സാലറി ആണ് വരുന്നത്. ഓക്കെ, ഈ ഫിക്സഡ് എക്സ്പെൻസ് കൂടാന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് ഫിക്സഡ് കോസ്റ്റ് കൂടാന്ന് പറഞ്ഞാൽ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലീവറേജ് എന്തായിരിക്കും? ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലീവറേജ് എന്തായിരിക്കും? ഇൻട്രസ്റ്റ് കൂടുതലാണെങ്കിൽ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജ് കൂടുതലായിരിക്കും, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് ഫിക്സഡ് കോസ്റ്റ് കൂടുതലാണെങ്കിൽ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലീവറേജ് കൂടും. കൂടുതലായിരിക്കും. കൂടുതലായിരിക്കും. അല്ലെ, ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലീവറേജ് കൂടുതലായിരിക്കും. അങ്ങനെ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലീവറേജ് കൂടിയിട്ടുണ്ടെങ്കിൽ അല്ലെ, ആണെങ്കിലും നമുക്ക് ഇനി അതായിട്ട് ഒഴിവാക്കണ്ട. ഞാൻ എമൗണ്ട് ഒന്നും മാറ്റുന്നില്ല, ഈ ജസ്റ്റ് ഇക്വേഷൻ മാത്രമേ മാറ്റുന്നുള്ളൂ. അല്ല, ഇക്വേഷൻ അല്ല, അതിലെ പേരുകൾ മാത്രമേ മാറ്റുന്നുള്ളൂ. ഞാൻ ഓപ്പറേറ്റിംഗ് ലീവറേജിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ABC കമ്പനീന്റെ ഓപ്പറേറ്റിംഗ് ലീവറേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി എമൗണ്ട് ഒന്നും ഞാൻ മാറ്റുന്നില്ല. ഓക്കെ, കോൺട്രിബ്യൂഷൻ മാർജിൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? EBIT കിട്ടും അല്ലെ, EBI. EBIT. സോ ഇവിടെ കോൺട്രിബ്യൂഷൻ മാർജിൻ, ഫിക്സഡ് കോസ്റ്റ്, EBIT. കോൺട്രിബ്യൂഷൻ മാർജിൻ, ഫിക്സഡ് കോസ്റ്റ്, EBIT. ഓക്കെ, ഏറ്റവും കൂടുതൽ ഫിക്സഡ് കോസ്റ്റ് ഉള്ള XYZ കമ്പനിയിലല്ലേ, 30,000 അല്ലേ? അല്ലെ, ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജ് ആണ് അവിടെ. ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലീവറേജ്, ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലീവറേജ്, ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലീവറേജ്. അല്ലെ, ഇവിടെ XYZയിലല്ലേ ഏറ്റവും കൂടുതൽ ഫിക്സഡ് കോസ്റ്റ് ഉള്ളത്? അല്ലെ, ഫിക്സഡ് കോസ്റ്റ് കൂടിയതുകൊണ്ട് അവരുടെ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലീവറേജ് കൂടുതലല്ലേ? അല്ലെ, സോ ഫിക്സഡ് കോസ്റ്റ്, ഓപ്പറേറ്റിംഗ് ഫിക്സഡ് കോസ്റ്റ് കൂടുതലാണെങ്കിൽ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലീവറേജ് കൂടും എന്നുള്ളതിന് തെളിവ് നമുക്ക് കിട്ടിയില്ലേ? കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സെൻസിറ്റിവിറ്റി ഓഫ് ഇൻകം,
സെൻസിറ്റിവിറ്റി ഓഫ് ഇൻകം എന്തായിരിക്കും? സെൻസിറ്റിവിറ്റി ഓഫ് ഇൻകം എന്തായിരിക്കും? കൂടും. കൂടും അല്ലെ? കാരണം നമ്മൾ ഫിനാൻഷ്യൽ റിസ്ക് കൂടാനുള്ള കാരണം സെൻസിറ്റിവിറ്റി ഓഫ് ഇൻകം കൂടുക എന്നുള്ള റീസൺ ആണ്. ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജ് കൂടുമ്പോൾ സെൻസിറ്റിവിറ്റി ഓഫ് ഇൻകം കൂടും അല്ലെ? അതായത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ ഒരു 10% കൂട് ഇൻക്രീസോ ഡിക്രീസോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫിനാൻഷ്യൽ ലീവറേജ് ചെക്ക് ചെയ്ത് EBIT-യിൽ ഒരു 10% ഇൻക്രീസോ ഡിക്രീസോ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ 2.5 ടൈംസ് നമ്മൾ EBIT-യിൽ ചേഞ്ച് വരും അല്ലെ? ഇവിടെ നിങ്ങൾ ആലോചിക്കുക, XYZ കമ്പനിയുടെ എക്സാമ്പിൾ മാത്രം എടുത്തിട്ടുണ്ടെങ്കിൽ കോൺട്രിബ്യൂഷൻ മാർജിൻ അല്ലെങ്കിൽ സെയിൽസ് ഒരു 10% കൂടിയാലോ കുറഞ്ഞാലോ EBIT-യിൽ 2.5 ടൈംസ് അഥവാ 25% ചേഞ്ച് വരുന്നുണ്ട്. ഓക്കെ, 10% ഇൻക്രീസ് ആകുമ്പോൾ EBIT-ഉം 25% കൂടുന്നുണ്ട്. ഇനി സെയിൽസോ കോൺട്രിബ്യൂഷൻ മാർജിനോ ജസ്റ്റ് ഒന്ന് 10% കുറഞ്ഞാൽ മാത്രം മതി, EBIT-യിൽ 25% കുറവ് വരും അല്ലെ? അപ്പം ABC, PQR, XYZ കമ്പാരിറ്റീവ്ലി ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലീവറേജ് ഹൈ ആയിട്ടുള്ള കമ്പനിയാണ് XYZ കമ്പനി. ഏറ്റവും കൂടുതൽ സെൻസിറ്റിവിറ്റി ഓഫ് ഇൻകം ഉള്ളത് ഈ കമ്പനിയിലാണ്, ഈ കമ്പനി തന്നെ അല്ലേ? ഓക്കെ, സോ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലീവറേജ് ഇവിടെ ഹൈ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ സെൻസിറ്റിവിറ്റി ഓഫ് ഇൻകം എന്താന്ന് പറയാൻ പറ്റും നമുക്ക്? കൂടുതലായിരിക്കും കുറവായിരിക്കും? കൂടുതലായിരിക്കോ കുറവായിരിക്കും? ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലീവറേജ് ഇവിടെ 2.5 ആണ്. ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലീവറേജ് ഹൈ ആയിട്ടുള്ള XYZ കമ്പനിയിൽ സെൻസിറ്റിവിറ്റി ഓഫ് ഇൻകം കൂടുതലായിരിക്കോ കുറവായിരിക്കും? കൂടുതലായിരിക്കും. കൂടുതലായിരിക്കും അല്ലെ? ഏറ്റവും കൂടുതൽ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലീവറേജ് 2.5 ഉണ്ട്. ഒരു 10% ചേഞ്ച് സെയിൽസിൽ സംഭവിച്ചാൽ മതി, 25% ചേഞ്ച് EBIT-യിൽ സംഭവിക്കും. സോ അത്യാവശ്യം സെൻസിറ്റീവ് അല്ലെ? 10 ചെറിയ ഒരു ചേഞ്ച് ഇവിടെ സംഭവിച്ചാൽ വലിയ ഇമ്പാക്റ്റ് ആണ് താഴ്ത്തി വരുന്നത്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ സെൻസിറ്റിവിറ്റി നമ്മൾ പറഞ്ഞത് അല്ലെ? സോ ഇൻകത്തിന്റെ സെൻസിറ്റിവിറ്റി വളരെ കൂടുതലാണ്. ചെറിയ ഒരു ചേഞ്ച് സെയിൽസിലോ കോൺട്രിബ്യൂഷൻ മാർജിനോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വലിയ ഇമ്പാക്റ്റ് ആണ് EBIT-യിലേക്ക് വരുന്നത് അല്ലെ? അപ്പോൾ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലീവറേജ് ഹൈ ആണെങ്കിൽ സെൻസിറ്റിവിറ്റി ഓഫ് ഇൻകം കൂടുതലാണെന്ന് നമ്മൾ പഠിച്ചില്ലേ? അതിൽ തെളിവ് നമുക്ക് കിട്ടിയില്ലേ? ഓക്കെ, ഇനി ഫിനാൻഷ്യൽ ലീവറേജിൽ സെൻസിറ്റിവിറ്റി ഓഫ് ഇൻകം കൂടുതലാണെങ്കിൽ ഫിനാൻഷ്യൽ റിസ്ക് ആണ് കൂടുതൽ നമ്മൾ പറഞ്ഞത് അല്ലെ? ഫിനാൻഷ്യൽ റിസ്ക്, ഫിക്സഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് അധികം വരുമ്പോൾ ഫിനാൻഷ്യൽ റിസ്ക് ഉണ്ട് എന്ന് നമുക്ക് പറഞ്ഞു. ഇവിടെ ഓപ്പറേറ്റിംഗ് ഫിക്സഡ് കോസ്റ്റ് അഥവാ റെന്റ് സാലറി ഒക്കെ കൂടുതലുണ്ടെങ്കിൽ അല്ലെ നമുക്ക് ഫിനാൻഷ്യൽ റിസ്ക് അല്ല കൂടുതൽ ഉണ്ടാകുന്ന പറയാം, ഓപ്പറേറ്റിംഗ് റിസ്ക് ആണ് നമുക്ക് കൂടുതൽ ഉണ്ടെന്ന് പറയാൻ പറ്റുക. ഓക്കെ, ഓപ്പറേറ്റിംഗ് റിസ്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് റെന്റ് മീറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, സാലറി കറക്റ്റ് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ. നിങ്ങൾ ആലോചിക്കുക, നമ്മൾ സെയിൽസ് കുറഞ്ഞു, നമുക്കൊരു കൊറോണ വന്ന്, ലോക്ക്ഡൌൺ വന്ന്, ഓക്കെ, ലോക്ക്ഡൌൺ വന്ന് നമ്മളെ ഫാക്ടറിയിൽ പ്രൊഡക്ഷൻ നടത്തുന്നില്ല, സെയിൽസ് ഒന്നുമില്ല, പ്രൊഡക്ഷനും ഇല്ല, സെയിൽസിലും ഒന്നുമില്ല. പക്ഷെ റെന്റ് കറക്റ്റ് കൊടുക്കണ്ടേ അല്ലെ? സാലറി കൊടുക്കണ്ടേ? അത് കൊടുക്കാതിരിക്കാൻ പറ്റുമോ? സോ സെൻസിറ്റിവിറ്റി കൂടുതലാണ് അല്ലെ? സെൻസിറ്റിവിറ്റി ഓഫ് ഇൻകം കൂടുതലാണ്, അഥവാ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് കൂടുതലാണ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഫിക്സഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റിന്റെ ഇൻഫ്ലുവൻസ് നല്ലപോലെയുള്ള ഒരു കമ്പനിയിൽ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലീവറേജ് കൂടുതലായിരിക്കും, സെൻസിറ്റിവിറ്റി ഓഫ് ഇൻകം കൂടുതലായിരിക്കും. അങ്ങനെ സെൻസിറ്റിവിറ്റി ഓഫ് ഇൻകം കൂടുതലുള്ള ഒരു കമ്പനിയിൽ ഓപ്പറേഷണൽ റിസ്ക് കൂടുതലായിരിക്കും. ഞാൻ പറഞ്ഞ മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ, ഓപ്പറേഷണൽ റിസ്ക് കൂടുതലായിരിക്കും. ഓപ്പറേഷണൽ റിസ്ക് നമുക്ക് ബിസിനസ് റിസ്ക് എന്നും പറയാം. ഓക്കെ, നിങ്ങൾ റിസ്ക് മാനേജ്മെന്റിൽ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓപ്പറേഷണൽ റിസ്ക് അല്ലെങ്കിൽ ബിസിനസ് റിസ്ക്, ഇത്ര ആവശ്യം മതി, കൺഫ്യൂഷൻ ആവണ്ട. സെൻസിറ്റിവിറ്റി ഓഫ് ഇൻകം കൂടുതലുള്ള ഒരു കമ്പനിയിൽ ഫിനാൻഷ്യൽ റിസ്ക് കൂടുതലാണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചല്ലോ. ഇൻട്രസ്റ്റ് കൂടുതൽ ഉണ്ടെങ്കിൽ അത്യാവശ്യം ഫിനാൻഷ്യൽ റിസ്ക് ഉള്ള കമ്പനി ആയിരിക്കും. അതേ കേസിൽ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലീവറേജിൽ വയ്ക്കും. ഫിക്സഡ് കോസ്റ്റ് അത്യാവശ്യമുള്ള കമ്പനി ആണെങ്കിൽ അവർക്ക് എന്തുണ്ട്? അത്യാവശ്യം ഓപ്പറേഷണൽ റിസ്ക് ഉണ്ട്, ബിസിനസ് റിസ്ക് ഉണ്ട്. ഈ ഓപ്പറേഷണൽ റിസ്ക്കും ബിസിനസ് റിസ്ക് ഒക്കെ എടുക്കാൻ, ഈ റിസ്ക് എടുക്കാൻ താല്പര്യമുള്ള ഇൻവെസ്റ്റേഴ്സിനായിരിക്കും കൂടുതൽ റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടാവുക അല്ലെ? നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിച്ചു നോക്കിയേ, 10% സെയിൽസ് ഇൻക്രീസ് ചെയ്താൽ 25% ഇൻക്രീസ് EBIT-യിൽ വരുന്നില്ലേ? പോസിറ്റീവായിട്ട് ചേഞ്ച് അല്ലേ? ഓക്കെ, സോ ആ ഒരു ഓപ്പർച്യൂണിറ്റി നല്ലപോലെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ലതാണ്. സോ റിസ്ക് എടുത്താലല്ലേ റിട്ടേൺ കിട്ടുള്ളൂ. കണക്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ബിസിനസ് റിസ്ക്കും ഓപ്പറേഷണൽ റിസ്ക് ഒക്കെ കൂടുതലായിരിക്കും ഏത് കമ്പനിയിൽ? ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലീവറേജ് ഹൈ ആയിട്ടുള്ള, സെൻസിറ്റിവിറ്റി ഓഫ് ഇൻകം ഹൈ ആയിട്ടുള്ള ഒരു കമ്പനിയിൽ. ഓക്കെ അല്ലേ? ഓക്കെ, ആൻഡ് വൈസ് വേഴ്സ, നേരെ തിരിച്ചു സംഭവിക്കും. ആൻഡ് വൈസ് വേഴ്സ. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടോ? വൈസ് വേഴ്സ ആണ് ഇതിൽ കൂടെ, അതിന് സംശയമൊന്നുമില്ലല്ലോ അല്ലെ? ഓപ്പറേറ്റിംഗ് ഫിക്സഡ് കോസ്റ്റ് കുറയുന്നു,
ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലീവറേജ് കുറയ്ക്കുന്നു, ഇൻകത്തിന് സെൻസിറ്റീവ് കുറയുന്നു, ഓപ്പറേഷണൽ റിസ്ക്കും ബിസിനസ് റിസ്ക്കും കുറവായിരുന്നു. ഓപ്പറേറ്റിംഗ് ഫിക്സഡ് കോസ്റ്റ് കൂടുന്നതിനനുസരിച്ച് ഓപ്പറേഷണൽ റിസ്ക് കൂടും, കുറയുന്നതനുസരിച്ച് ഓപ്പറേഷൻ റിസ്ക് കുറയും അല്ലെ. അതുകൊണ്ടാണ് ഞാൻ അവിടെ വൈസ് വേഴ്സാണ് എഴുതി. ക്ലിയർ ആയിട്ടില്ലേ? ഏതെങ്കിലും പോയിന്റ് ഞാൻ റിപ്പീറ്റ് ചെയ്യണം? കൺക്ലൂഷനിൽ എഴുതിയിട്ടുള്ള എല്ലാ ഐറ്റംസും കൂടുക കുറവാ കുറയാന്നൊക്കെ പറഞ്ഞിട്ടുള്ള എല്ലാ ഐറ്റംസും ഏതെങ്കിലും ഞാൻ റിപ്പീറ്റ് ചെയ്യണം? റിപ്പീറ്റ് ചെയ്യണ്ട. അങ്ങനെയാണെങ്കിൽ നിങ്ങളതൊന്ന് നോട്ടിലേക്ക് കോപ്പി ചെയ്ത്. ഈ എക്സാമ്പിൾ ഞാൻ എഴുതിയിട്ടുള്ളത് താഴെ എ ബി സി പി ക്യു ആർ എഴുതിയിട്ടുള്ളത് ഇത് ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജ് ബേസ് ചെയ്തിട്ടാണ്. താഴെ എഴുതിയിട്ടുള്ളത് ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലീവറേജ് ബേസ് ചെയ്തിട്ടുള്ള. ഇപ്പോൾ നമ്മുടെ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജും ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലീവറേജ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഒരു കമ്പനിയിൽ എത്രത്തോളം റിസ്ക് ഉണ്ട് എന്ന് മെഷർ ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ പഠിച്ചില്ല അല്ലെ. ഒരു കമ്പനിയിൽ എത്ര ഫിനാൻഷ്യൽ റിസ്ക് ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ കമ്പനീന്റെ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജ് എടുത്ത് നോക്കിയാൽ മതി അല്ലെ. ഒരു കമ്പനിയിൽ എത്ര ഓപ്പറേഷണൽ റിസ്ക് ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ കമ്പനിയുടെ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലീവറേജ് എടുത്ത് നോക്കിയാൽ മതി. ഇനി ഒരു കമ്പനിയിൽ ഫിക്സഡ് കോസ്റ്റിന് എത്രത്തോളം റിസ്ക് ഉണ്ട്, ഡിഗ്രി ഓഫ് ടോട്ടൽ ലീവറേജ് അല്ലെ, അത് അറിയാൻ വേണ്ടിയിട്ട് ഡിഗ്രി ഓഫ് ടോട്ടൽ ലീവറേജ് എത്ര നോക്കിയാൽ മതി. ഫിക്സഡ് കോസ്റ്റിന് എത്രത്തോളം റിസ്ക് അതിൽ വരുന്നുണ്ട്, കമ്പൈൻഡ് ആയിട്ട് ടോട്ടൽ കമ്പാരിറ്റീവ്ലി എത്ര റിസ്ക് വരുന്ന ഡിഗ്രി ഓഫ് ടോട്ടൽ ലീവറേജ് എടുത്താൽ മതി. സോ പല പല ഉപകാരങ്ങളുണ്ട് ഈ റേഷ്യോസിനെ കൊണ്ട്. റോൾ ആയിട്ടാ
എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ലീവറേജ് റേഷ്യോസിൽ? ഡൗട്ടൊന്നുമില്ല. ആരാധന? No, sir. Okay. നിങ്ങൾ ആ ഇന്റർപ്രിട്ടേഷൻ ഫിൽ ചെയ്യുക. പിന്നെ ഞാൻ കുറച്ച് MCQ അയക്കാം. പിന്നെ കുറച്ച് നോട്ട്സ് ഫോട്ടോ എടുത്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ഓക്കെ. എല്ലാ ലീവർ ക്യാപിറ്റൽ സെക്ഷറിനെ എല്ലാ റേഷ്യോ ഒക്കെ ഒന്ന് പഠിക്കുക. ഓക്കെ. ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ. നാളെ നമുക്ക് ആ ക്വസ്റ്റ്യൻ ഞാൻ ഹോംവർക്ക് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ട് മാർക്കറ്റ് റേഷ്യോസ് ആണ് നമുക്കിനി ബാക്കിയുള്ളത്. ഓക്കെ. ലിക്വിഡിറ്റി റേഷ്യോസ്, അതുപോലെ തന്നെ ആക്ടിവിറ്റി റേഷ്യോസ്, പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ്, ക്യാപിറ്റൽ സ്ട്രക്ചർ, സോൾവൻസി, കവറേജ് റേഷ്യോ, ലിവറേജ് റേഷ്യോ, ഇത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി മാർക്കറ്റ് റേഷ്യോസ് ആണുള്ളത്. മാർക്കറ്റ് റേഷ്യോസ് കുറച്ച് അധികം ഉണ്ട്, ഒരു 8, 9, 10 ഒക്കെ ഉണ്ട്. പക്ഷെ ഇത്ര സീനൊന്നുമില്ല, സിമ്പിൾ ആണ്. സോ മാർക്കറ്റ് റേഷ്യോസിലേക്ക് പോണതിന് മുന്നേ മാർക്കറ്റ് റേഷ്യോസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ബേസിക്സ് പോലെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ട് നാളെ മെല്ലെ അതിലേക്ക് എൻ്റർ ചെയ്യാം. സോ നിങ്ങൾ MCQ ചെയ്യുക, ഇന്റർപ്രിട്ടേഷൻ അത് കംപ്ലീറ്റ് ചെയ്യുക, ക്വസ്റ്റ്യൻസും ചെയ്യാം. ഓക്കെ. ഓക്കെ. സോ നമുക്ക് നാളത്തെ ക്ലാസ്സിൽ കാണാം. ഓക്കെ. നാളെ 7 PM. താങ്ക് യു. താങ്ക് യു, സർ. Sir. Thank you, sir. ഓക്കെ. ഇത് എഴുതാൻ ബാക്കിയുള്ളവരെ എഴുതിക്കോട്ടോ.